എൻ്റെ ജീവിതത്തിൽ ഇസ്ലാമിക പാരമ്പര്യ പശ്ചാത്തലങ്ങളിൽ ജനിച്ചു വളർന്ന എൻ്റെ ജീവിതത്തിൽ എൻ്റെ അപ്പനും അമ്മയും 2 സഹോദരിമാരും അടങ്ങുന്ന കുടുംബത്തിൽ ഇന്നേക്ക് 20 വർഷങ്ങൾക്ക് മുൻപ് 2002 ഇങ്ങനെ ഒരു സത്യ ദൈവം ഉണ്ടെന്ന് തിരിച്ചറിയുവാൻ ദൈവം എൻ്റെ കണ്ണുകളെ പ്രകാശിപ്പിച്ചു. അതിന് മുഖാന്തരമായത് എൻ്റെ സഹോദരിക്കുണ്ടായ ഒരു ശാരീരിക പ്രയാസമാണ്, രോഗാവസ്ഥയാണ്. ആ രോഗാവസ്ഥയിൽ നിന്ന് ജീവിതത്തിൽ ആദ്യമായി ദൈവദാസന്മാർ എന്നോട് സുവിശേഷം പറഞ്ഞപ്പോൾ ആമേൻ, എനിക്ക് അപ്പോൾ ആവശ്യം എൻ്റെ സഹോദരിയുടെ സൗഖ്യമായിരുന്നു. അതുകൊണ്ട് ഞാൻ മിണ്ടാതെ ഇരുന്ന് കേട്ടു. അവർ പറഞ്ഞതുപോലെ യേശുവിനോട് പ്രാർത്ഥിച്ചു. എന്നാൽ ആ പ്രാർത്ഥനയിൽ എൻ്റെ സഹോദരിക്ക് കർത്താവ് പൂർണ്ണമായി സൗഖ്യം നൽകുന്നത് സ്വന്തം കണ്ണാൽ കാണുവാൻ ഇടയായി തീർന്നു. ആ സൗഖ്യത്തിൽ ഇന്നും അവൾ ജീവിക്കുന്നു. 20 വർഷമായി ഒരു കുഴപ്പവുമില്ല, സമാധാനത്തോടെ ആയിരിക്കാൻ കർത്താവ് ഇടയാക്കുന്നു. എന്നാൽ കേവലം ഒരു സൗഖ്യം കിട്ടിയത് കൊണ്ടാണോ താങ്കൾ യേശുവിനെ ദൈവമെന്ന് പറഞ്ഞിറങ്ങിയത് എന്ന് പല മുസ്ലിം സഹോദരങ്ങളും എന്നോട് ചോദിച്ചിട്ടുണ്ട്. അവരോടൊക്കെ ഞാൻ പറഞ്ഞ മറുപടി, ഇന്നും പറയുന്ന മറുപടി, ഒരു സൗഖ്യം കൊണ്ട് യേശുവിനെ ദൈവം എന്ന് വിളിക്കാനാണെങ്കിൽ നമ്മൾ ബൈബിളിൽ കാണുന്ന പലരെയും ദൈവം എന്ന് വിളിക്കേണ്ടതായിട്ട് വരും. മാത്രമല്ല, അങ്ങനെ ഒത്തിരി ആളുകൾ ഈ ബൈബിളിന് പുറത്തുമുണ്ട്. സൗഖ്യമൊക്കെ നൽകുന്ന ഒത്തിരി സ്ഥാപനങ്ങൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ റെഡിമെയ്ഡായിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ എല്ലാം നമ്മൾ എല്ലാവരും ദൈവം എന്ന് വിളിക്കാൻ കഴിയില്ല. എന്നാൽ ഈ സൗഖ്യം എനിക്ക് ലഭിച്ച ഭാഗ്യമെന്ന് പറയുന്നത്, ഈ സൗഖ്യം മുഖാന്തരം ഈ യേശു ആരാണെന്നറിയുവാനുള്ള ഒരു ആവേശമുണ്ടായി, ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായി എന്ന് വേണമെങ്കിൽ പറയാം. അതറിയുവാൻ സക്കായി മരത്തിൻ്റെ മുകളിൽ കയറിയതുപോലെ ഞാൻ ഒരു മലയാളം ഖുർആൻ വാങ്ങുകയാണ് ചെയ്തത്. കാരണം ഞാൻ ഇന്ന് വരെ വിശ്വസിച്ചിരിക്കുന്നത് വിട്ട് മറ്റൊന്നിലേക്ക് പോകുമ്പോൾ ഇതിനേക്കാൾ എന്ത് പ്രത്യേകതയാണ് ഇതിലുള്ളതെന്ന് ഒരാൾ ചോദിച്ചാൽ പറയാൻ എനിക്ക് കഴിയണമല്ലോ. അതുകൊണ്ട് ഞാനൊന്ന് കമ്പയർ ചെയ്ത് പഠിക്കുവാനാണ് ആഗ്രഹിച്ചത്. അതുവരെയും മദ്രസയിൽ കടന്നു പോകുമ്പോൾ സാധാരണഗതിയിൽ ഒരു സൺഡേ ക്ലാസ്സിലെ കുട്ടി പഠിക്കുന്നത് പോലെ 1 മുതൽ 7ാം ക്ലാസ് വരെ ഒരു നോർമൽ പഠനമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ അപ്പുറത്ത് നമ്മുടെ കുഞ്ഞുങ്ങൾ ബൈബിൾ കോളേജിൽ പോയി പഠിച്ച് പാസ്റ്ററാകാൻ പഠിക്കുന്ന പോലെ പിന്നൊരു പഠനം വേറെ തലത്തിലാണ്. എന്നാൽ അങ്ങനെ ഒരു പാസ്റ്ററാകാൻ അല്ലെങ്കിൽ ഒരു പ്രീസ്റ്റാകാനുള്ള ലെവലിൽ ഇല്ലാത്ത കുഞ്ഞുങ്ങൾ 7ാം ക്ലാസ് വരെയൊക്കെ ഒരുവിധം പഠിക്കും. അത്രത്തോളമൊക്കെ ഞാനും പഠിച്ചുള്ളൂ. കാരണം എനിക്കങ്ങനെ ഒരു പ്രീസ്റ്റ് ആകാനുള്ള ഉദ്ദേശമൊന്നും ഇല്ലാത്തതുകൊണ്ട് സാധാരണഗതിയിൽ പറഞ്ഞ പോലെ ഞാനും പഠിച്ചുള്ളൂ. അപ്പോൾ അറബിയിൽ അവർ ചൊല്ലിത്തരുന്ന സൂക്തങ്ങൾ അത് ഞാൻ ഏറ്റു ചൊല്ലുന്നു, കാണാതെ പഠിക്കുന്നു എന്നതിനപ്പുറത്ത് ഇവർ പറയുന്നതിൻ്റെ അർത്ഥം എന്താണ് എന്നൊന്നും അറിയാൻ ഞാൻ ശ്രമിച്ചിരുന്നില്ല. എനിക്കതിൻ്റെ ആവശ്യവുമില്ലായിരുന്നു. എന്നാൽ ബൈബിളിനെ കുറിച്ച് അറിഞ്ഞപ്പോൾ, യേശുവിനെ കുറിച്ച് അറിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഞാൻ ഇന്ന് വരെ പഠിച്ചിരിക്കുന്നതിൻ്റെ അർത്ഥം എന്താണെന്നറിയണം. അതിനുവേണ്ടിയാണ് മലയാള പരിഭാഷ, അംഗീകരിക്കപ്പെട്ട മലയാള പരിഭാഷ തിരുവനന്തപുരത്ത് പോയി വാങ്ങുകയാണ് ചെയ്തത്. അത് വാങ്ങിക്കൊണ്ട് ബൈബിളും ഈ പറയുന്ന എൻ്റെ ആ പഴയ പുസ്തകവുമായി ഞാൻ കമ്പാരിസൺ ചെയ്ത് അങ്ങനെ പഠിക്കാൻ തുടങ്ങി. ഞാൻ പഠിക്കുമ്പോൾ കാണുന്നത് ഏറെക്കുറെ ഞാൻ ഖുർആനിൽ പഠിച്ചു വന്ന അതേ കഥകളൊക്കെ തന്നെയാണ് മിക്കവാറും ഈ ബൈബിളിൽ വായിച്ചപ്പോഴും കാണാൻ കഴിയുന്നത്. കാരണം അവിടെ പേരുകളിൽ മാത്രം ചില വ്യത്യാസങ്ങളുണ്ട്. അബ്രഹാമിനെ ഇബ്രാഹിം എന്നും, നോഹയെ നൂഹെന്നും, ശലോമോനെ സുലൈമാൻ എന്നും, ഇയ്യോബിനെ അയ്യൂബ് എന്നും, ദാവീദിനെ ദാവൂദ് എന്നും തുടങ്ങി അങ്ങനെയൊക്കെ കുറേ പേരുകളിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. എന്നെങ്കിലും പറഞ്ഞ കഥകളൊക്കെ വായിച്ചു നോക്കുമ്പോൾ ഏകദേശം ഒന്നാണ്. എന്നാൽ പിന്നെ ഇത് തമ്മിൽ എന്താണ് ഇത്ര പ്രത്യേകത എന്നുള്ളത് ഇങ്ങനെ പഠിക്കുവാൻ ചിന്തിക്കുമ്പോൾ അയ്യൂബിൻ്റെ ദൈവം എന്ന് ഖുർആനിൽ കാണുന്നുണ്ട്, ദാവൂദിൻ്റെ ദൈവം എന്ന് ഖുർആനിൽ കാണുന്നുണ്ട്. പക്ഷേ ഈ അയ്യൂബ് ആരാ, ദാവൂദ് ആരാ എന്ന് അറിയണമെങ്കിൽ ചരിത്രം ബൈബിളിൽ മാത്രമേ ഉള്ളൂ. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെ ബൈബിളിൻ്റെ ഓരോ കാര്യങ്ങളും ഇതുമായി കമ്പാരിസൺ ചെയ്ത് ഞാൻ പഠിക്കുവാനായിട്ട് ആരംഭിച്ചു. അത് മുഴുവൻ പറയാൻ നമ്മുടെ മുമ്പിൽ സമയമില്ല, നമ്മുടെ വിഷയവും അതല്ല. കാരണം ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മുടെ വിഷയമല്ലാത്തത് പറഞ്ഞ് നമ്മൾ വെറുതെ പറയുന്നത് നമുക്കൊരു നേട്ടവും ഉണ്ടാകത്തില്ല. ഞാൻ ഇപ്പോൾ ഈ അടുത്തും ആവശ്യമില്ലാത്ത ഒരു വിവാദത്തിൽപ്പെട്ടിരിക്കുക. ഞാൻ പറയും, നിങ്ങൾ ഈ ഓരോരുത്തരെ വെളുക്കുന്ന ഒരു വൈകുന്നേരം വരെ ഇങ്ങനെ കോട്ടും സൂട്ടും ഇട്ടിരുന്ന് നമുക്ക് ഒരു കാര്യമില്ലാത്ത കാര്യം പറഞ്ഞിട്ട് സുവിശേഷത്തിൻ്റെ വാതിൽ അടച്ചു കളയുക ചെയ്യുന്നത്. ഞങ്ങൾ പലയിടത്തും ഈ അടുത്ത ഇടയ്ക്ക് വടക്കേ ഇന്ത്യയിൽ നിന്നൊരു പാസ്റ്റർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഷമീർ പാസ്റ്റർ, നിങ്ങൾ പല വിഷയത്തിലും പ്രതികരിക്കുന്ന ആളല്ലേ, നിങ്ങൾ ഇവരോടൊക്കെ ഒന്ന് പറ. ഞാൻ ചോദിച്ചു, എന്താ? ഞങ്ങളിപ്പം RSSകാരുടെ തല്ല് കൊള്ളുന്നുള്ളൂ, ഇനി യുവമാരെയും കൂടെ തല്ല് കൊള്ളിക്കാതിരിക്കാൻ ഒന്ന് മിണ്ടാണ്ടിരിക്കാൻ പറയാൻ പറഞ്ഞു. ഇപ്പം ഞാൻ പറഞ്ഞു, ഞാനത് പറയില്ല. ബിക്കോസ് ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെന്നെ എവിടെ കൊണ്ടുപോയി കെട്ടുമെന്ന് എനിക്ക് നല്ലപോലെ അറിയാം. അതുകൊണ്ട് ഞാൻ പറയൂല എന്ന് പറഞ്ഞ് ഞാൻ വിട്ട് കളഞ്ഞു. എന്നാൽ ഞങ്ങളിപ്പോൾ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള പരസ്യയോഗം നടത്താൻ പോയപ്പോൾ മലബാറിൻ്റെ പല മേഖലകളിലും പലപ്പോഴും സുവിശേഷം പറയാൻ വാതിൽ തുറന്നു കിട്ടിയ, കസേര ഇട്ട് തന്ന, സ്ഥലമൊരുക്കി തന്ന പല മേഖലകളിൽ ഇപ്രാവശ്യം പാസ്റ്റർമാരുടെ പരിപാടി ഞങ്ങളുടെ നാട്ടിൽ വേണ്ട എന്ന് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു.
ഞങ്ങൾ എന്ത് ചെയ്തിട്ടാന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ രാവിലെ മുതൽ വൈകിട്ട് വരെ ഞങ്ങളുടെ ഗ്രന്ഥത്തെയും ആളുകളെയൊക്കെ തെറി വിളിക്കുന്നൊക്കെ പറഞ്ഞ് അവർ കുറേ പരാതി പറഞ്ഞു. ഞാൻ പറയുന്നത്, സുവിശേഷത്തിൻ്റെ വാതിൽ എന്തിനാണ് അടയ്ക്കുന്നത്? നമുക്കിത് പറയാതെ ആരെങ്കിലും നേടാൻ പറ്റുമോ? വെറുപ്പിച്ച് നേടാൻ പറ്റില്ലല്ലോ, പറഞ്ഞല്ലേ നേടാൻ പറ്റുള്ളൂ എന്നൊക്കെ കൊണ്ട് ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു കുറിപ്പ് കുറിച്ചതാണ്. അപ്പോഴത്തേക്ക് പിന്നെ എന്നെ അവിടെ തന്നെ കൊണ്ട് കെട്ടി. ഞാൻ പിന്നെ ആ ചരിത്രത്തിലോട്ടൊന്നും പോകുന്നില്ല, കാരണം നമ്മുടെ വിഷയമല്ല. എങ്കിലും ഞാൻ പറയുക, നമുക്കിതൊന്നും നമ്മുടെ മാറ്ററല്ല. അന്ന് അറിയാൻ വേണ്ടി പഠിച്ചു, സത്യം തിരിച്ചറിഞ്ഞു, ബൈബിൾ സത്യമാണെന്ന് തിരിച്ചറിയുവാൻ ദൈവം കണ്ണു തുറന്നു. അന്ന് ഇത് നെഞ്ചോട് ചേർത്ത് പിടിച്ചു, മറ്റേത് കളഞ്ഞു. ഈ കളഞ്ഞതിൻ്റെ പുറകെ നമ്മളെന്തിനാ ഈ പോണേ? നമുക്ക് കിട്ടിയ പുസ്തകത്തിനകത്തുണ്ടല്ലോ പറയേണ്ടത്. ഞാൻ വിശ്വാസ ജീവിതത്തിൽ ഇറങ്ങിയപ്പോൾ ഒരു പിതാവ്, ഒരു അപ്പച്ചൻ എനിക്ക് തന്നൊരു ഉപദേശമുണ്ട്. ആ ഉപദേശം എപ്പോഴും ഞാൻ എൻ്റെ മനസ്സിൽ കൊണ്ടു നടക്കുന്നയാളാണ്. അപ്പച്ചൻ എന്നോട് പറഞ്ഞു, മോനെ, നാട്ടിൽ ഓലക്കുടയുണ്ട്. ഓലക്കുട നിങ്ങൾക്കറിയാമല്ലോ, പഴയ കാലത്തെ ആൾക്കാർക്കറിയാമല്ലോ, പന കൊണ്ട് മെനഞ്ഞ ഓലക്കുടയുണ്ട്. ഈ ഓലക്കുട കൊണ്ട് നടക്കുന്നവൻ അതിൻ്റെ ബുദ്ധിമുട്ടറിയാം. ഓലക്കുട അത് മടക്കാൻ പറ്റില്ല, അതുകൊണ്ട് ബസ്സേ കയറിയാൽ അപ്പുറം ഇപ്പുറം നിൽക്കുന്നവനൊക്കെ ബുദ്ധിമുട്ടാണ്. ഇത് വെയിലത്ത് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഇത് ഉണങ്ങിപ്പോകും. അങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ടും കൊണ്ടാണ് ഇവൻ ഇത് ഓലക്കുട ചുവന്നുകൊണ്ട് നടക്കണേ. അപ്പം നമ്മൾ അവൻ്റെ അടുത്ത് അങ്ങോട്ട് ചെന്നിട്ട് പറയാം, നിൻ്റെ ഓലക്കുട എന്നാത്തിന് കൊള്ളാം, ഇത് മടക്കാൻ പറ്റുമോ, ഇത് വെയിലത്ത് വെക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചാൽ അവന് തന്നെ അറിയാം ഇത് മടക്കാൻ പറ്റത്തില്ലെന്നും ഇത് വെയിലത്ത് വെക്കാൻ പ്രശ്നമാണ്, ഇത് ചുമന്നുകൊണ്ട് നടക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് അവനറിയാം. അവൻ്റെ അടുത്ത് ചെന്നിട്ട് ഇത് കൊള്ളുകയില്ല എന്ന് പറയുന്നതിനേക്കാളും നീ പറ, നിൻ്റെ കയ്യിൽ ഞെക്കിയാൽ തുറക്കുന്നൊരു പോപ്പിക്കുടയുണ്ട്, അതിനെ 4 മടക്കി പോക്കറ്റിൽ വെക്കാം, അത് നല്ലൊരു സംഭവമാണെന്ന് പറഞ്ഞ് നിൻ്റെ കയ്യിലിരിക്കുന്ന പോപ്പിക്കുടയെ കുറിച്ച് നീ അങ്ങോട്ട് പറ, അതാണ് ഏറ്റവും ബെറ്റർ എന്ന് ഒരപ്പച്ചൻ അന്ന് എനിക്ക് തന്നൊരു ഉപദേശമുണ്ട്. ഞാനതാ ഫോളോ ചെയ്യുന്നത്. എനിക്ക് മറ്റവരെ പറഞ്ഞുകൊണ്ട് നടന്നിട്ട് എനിക്കെന്ത് കാര്യം? ഇപ്പം ചിലർ എന്നോട് ചോദിക്കുന്നത്, അതെന്താ നിങ്ങൾ പറയാത്തതെന്ന്. എൻ്റെ ജോലി അത് പറയാനല്ല, എൻ്റെ ജോലി എന്നെ രക്ഷിച്ച കർത്താവിനെ കുറിച്ച് പറയാനാണ്. അത് നല്ല വെടിപ്പായിട്ട് ഓരോ കവലയിലും അന്തസ്സായിട്ട് ചെയ്യുന്നുണ്ടെന്ന അഭിമാനം എനിക്കുണ്ട്. ഞാനല്ല മറ്റൊരാളെക്കുറിച്ച് പറഞ്ഞ് വെറുതെ കടന്നൽ കൂട്ടി കമ്പിട്ട് കുത്തി കടി മേടിക്കേണ്ട ശീലമില്ല. സുവിശേഷം പറഞ്ഞ് നാട്ടുകാർ തല്ലിക്കുന്ന കൃപ എന്നൊരു അഭിമാനമുണ്ട്. വഴി കടന്ന് ചത്താലും അന്തസ്സുണ്ട്. വെറുതെ എന്തിനാ വല്ലതിനായിട്ട് തോണ്ടി. അപ്പം ഞാൻ ഇതിലോട്ടൊന്നും പോകാത്തതിൻ്റെ കാര്യം അതാണ് എന്നുള്ള കാര്യം ഉറപ്പിക്കുക. അപ്പോൾ അതുകൊണ്ട് അന്ന് ഇങ്ങനെ ഇത് തമ്മിൽ കമ്പാരിസൺ ചെയ്ത് പഠിക്കുവാൻ തുടങ്ങി. അങ്ങനെ വായിക്കും തോറും ഈ പുസ്തകം നെഞ്ചോട് ചേർത്ത് പിടിക്കുവാൻ എനിക്ക് അഭിമാനം തോന്നി. അങ്ങനെയാണ് ഞാൻ ഈ പുസ്തകത്തിലേക്ക് കടന്നു വരുന്നതും. 2/8/2002 ഉച്ചയ്ക്ക് 12:40 സഭാമധ്യേ കർത്താവായ യേശു ക്രിസ്തുവിനെ കർത്താവിൻ്റെ രക്ഷിതാവുമായ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് അധരം കൊണ്ട് ഏറ്റുപറഞ്ഞ് രക്ഷ പ്രാപിപ്പാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. ആമേൻ. അങ്ങനെ 2002 പുസ്തകമെടുത്തപ്പോൾ കൃപയാൽ എൻ്റെ ഒപ്പം എൻ്റെ ഉമ്മയും എൻ്റെ 2 പെങ്ങന്മാരും എൻ്റെ അമ്മയുടെ ചേട്ടത്തി വല്യമ്മയും അടക്കം ഞങ്ങൾക്കെല്ലാവർക്കും ദൈവമക്കളാകുവാൻ കർത്താവ് ഭാഗ്യം തന്നു. അങ്ങനെ കുടുംബമായിട്ട് കർത്താവിനെ സേവിപ്പാൻ ദൈവം അവസരം തന്നു. അതിനുശേഷം വാസ്തവത്തിൽ പ്രതികൂലങ്ങളുടെ ഒരു ഘോഷയാത്രയായിരുന്നു. അത് ഞാൻ ഒത്തിരി പ്രൊജക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഏതു വിഭാഗത്തിൽ നിന്നിറങ്ങിയാലും യഥാർത്ഥമായ രക്ഷയുടെ അനുഭവത്തിൽ നിൽക്കുന്നവർക്ക് പ്രതികൂലമുണ്ട്. അത് ബൈബിൾ അങ്ങനെ തന്നെയാണ് പഠിപ്പിക്കുന്നത്. അതിപ്പോൾ ഇന്നതിൽ നിന്ന് വന്നുകൊണ്ട് ഇത്തിരി അങ്ങനെ ഒരിക്കലും പ്രൊജക്റ്റ് ചെയ്യരുത്. ഞാൻ എല്ലാവരോടും പറയുന്നു, ആരെയും നമ്മൾ അങ്ങനെ പ്രൊജക്റ്റ് ചെയ്യരുത്. കാരണം ഏത് വിഭാഗത്തിൽ നിന്നായാലും, ഞാൻ ബൈബിളിൽ നിന്ന് ഞാൻ തെളിവ് തരാം, ഏത് വിഭാഗത്തിൽ നിന്നായാലും യഥാർത്ഥമായ പാതയിലാണെങ്കിൽ, ശരിയായ ട്രാക്കിലാണെങ്കിൽ അവന് പ്രതികൂലമുണ്ട്. അത് കൃത്യമാണ്. അതിപ്പോൾ ഹിന്ദുവിൽ നിന്നിറങ്ങിയാലും മുസൽമാനിൽ നിന്നിറങ്ങിയാലും ഈവൻ കത്തോലിക്കൽ നിന്നിറങ്ങുന്നവർക്ക് പ്രതികൂലമല്ലേ? എന്തെല്ലാം പ്രതികൂലങ്ങളുണ്ട്. അപ്പോൾ യഥാർത്ഥമായി രക്ഷയുടെ അനുഭവത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നവർക്ക് പ്രതികൂലമുണ്ട്. പിന്നെ ചിലർ പ്രത്യേകിച്ച് നമ്മളെ അങ്ങനെ കൊണ്ടുപോവുകയാണെങ്കിൽ എനിക്ക് മനസ്സിലാകുന്നൊരു കാര്യമുണ്ട്, കൂട്ടത്തിൽ കൂട്ടാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ പ്രത്യേകിച്ച് എടുത്തു പറയുന്നതെന്നാണ് എൻ്റെ മനസ്സിൽ തോന്നുന്നത്. അതെനിക്ക് വിഷമമാണ്. അതുകൊണ്ട് എൻ്റെ സഹോദരനാണ് എന്ന് പറയുന്നതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. കാരണം മുമ്പ് ഒരു അനുഭവം ഉണ്ട്. ഒരിക്കലും ഒരു പാസ്റ്റർ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞാണ്, ഇപ്പോൾ ഷമീർ പാസ്റ്റർ ഞങ്ങളുടെ ഏരിയയിൽ വന്നൊരു പരസ്യോഗം നടത്താവും. ഞാൻ പറയും പിന്നെന്താ, റെഡി, എവിടാ, അത് ഇന്ന സ്ഥലത്താണ്, ഓക്കെ. അപ്പം വണ്ടിയുണ്ട്, സൗണ്ട് സിസ്റ്റം ഉണ്ട്, അതൊക്കെ എല്ലാം റെഡി. അപ്പം ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങളൊരു മൈക്ക് സാങ്ഷൻ എടുക്കുക, ഓക്കെ, ഞങ്ങൾ ടീമായിട്ട് അങ്ങ് വരും, അവിടെ പരസ്യവും നടത്തും, ദാറ്റ്സ് ഓൾ, ഓക്കെ ഫൈൻ, നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. ഓക്കെ, എന്നാൽ ശരി, ഡേറ്റ് അറിയിച്ചാൽ മതി എന്ന് പറഞ്ഞ് തിരിഞ്ഞു. അപ്പോൾ പുള്ളിക്കാരൻ വീണ്ടും വന്നിട്ട്, പിന്നെ പാസ്റ്റർ ഒരു കാര്യം കൂടെ, ഒരു കാര്യം പറയണം, അവിടെ ആ ഏരിയ ഉണ്ടല്ലോ, അവിടെ മൊത്തം നിങ്ങളുടെ ആൾക്കാരാണ്. അപ്പോൾ നിങ്ങളുടെ ആൾക്കാരാന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഓർത്ത് എൻ്റെ ആൾക്കാരെന്ന് പറയുമ്പം ഒന്നുകിൽ അവിടെ മൊത്തം പെന്തക്കോസ്തുകാർ, കാരണം ഞാൻ പാസ്റ്ററാണല്ലോ. അതല്ല എങ്കിൽ പിന്നെ ആരായിരിക്കും നിങ്ങൾ പറഞ്ഞേ? മുസ്ലിങ്ങളായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ആൾക്കാരെന്ന് ഈ പുള്ളി പറഞ്ഞെന്താ? ഇപ്പോൾ പുള്ളി എന്നെ ആരാട്ടാ കണ്ടേ?
അപ്പം ഇങ്ങനെ കാണുന്ന ഒരു വികലമായ കാഴ്ചപ്പാട് ശരിയല്ലത്. അങ്ങനെ പറയുമ്പോൾ ഒരുപക്ഷെ പറയുന്നവർക്ക് ഈസി ആയിരിക്കും, കേൾക്കുന്നവർക്ക് അത് വലിയ പെയിനാണ്. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്, അപ്പോസ്തലനായ പൗലോസ് ലേഖനങ്ങളിലുടനീളം എഴുതിയിരിക്കുന്ന ഒരു പദം ശ്രദ്ധേയമാണ്. എന്താ? സഹോദരന്മാരെ. ആ വിളിക്ക് ഒത്തിരി മർമ്മമുണ്ട്. ഏതൊക്കെയോ ജാതിമത വിഭാഗത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് അകത്ത് കയറിയിരിക്കുന്ന പുള്ളികളെ റോമ പൗരത്വം അവകാശപ്പെടാനുള്ള മനുഷ്യനാണ് വിളിക്കുന്നത് സഹോദരന്മാരെ. അത്ര ഒരു കാഴ്ചപ്പാടെങ്കിലും നമ്മുടെ അകത്ത് വേണം. ഓക്കെ, അപ്പോൾ അത് പറഞ്ഞ ആ ഭാഗം വിടുക. അങ്ങനെ ഇറങ്ങി തിരിച്ചു കൃപയാൽ 2002 ഇറങ്ങി 4 വർഷത്തോളം വിശ്വാസിയായി തുടർന്ന് 4 വർഷം കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് സുവിശേഷ വേലയ്ക്കായി ഇടപെട്ടു, വിളിച്ചു, ഇറങ്ങാൻ തീരുമാനിച്ചപ്പോൾ ഒരു ചെറിയ ജോലി ചെയ്ത് കുടുംബം പോറ്റുന്ന എനിക്ക് പൂർണ്ണമായി കർത്താവ് വേലയ്ക്കിറങ്ങാൻ വിളിച്ചപ്പോൾ ഡിമാൻഡ് വെച്ചു. അങ്ങനെ വേലയ്ക്കിറങ്ങി ഇപ്പം തന്നെ ജീവിക്കാൻ മേല, അപ്പോൾ അതും കൂടെ ജോലിയും കൂടെ കളഞ്ഞേച്ച് എങ്ങനെ ഇറങ്ങിയാൽ എങ്ങനെയാണ് ശരിയാകുന്നത് ദൈവത്തോട് ഇങ്ങനെ മല്ല് പിടിച്ച് ഒടുവിലൊരു തീരുമാനം ഞാനും കർത്താവുമായിട്ടൊരു അണ്ടർസ്റ്റാൻഡിങ്ങിലെത്തി. എന്താണ്? രാവിലെ 10 മണി തൊട്ട് വൈകിട്ട് 5 മണി വരെ ഒരു ഓഫീസ് ടൈം, ആ സമയം വരെ ഞാൻ സുവിശേഷ വേല ചെയ്തോളാം. ഓക്കെ, ട്രാക്റ്റൊക്കെ കൊടുത്ത് വീടുകളൊക്കെ പോയി കയറി ഇറങ്ങി അങ്ങനെയൊക്കെ ചെയ്തോളാം. ഓക്കെ, വൈകിട്ട് 5 മണിക്ക് ഓഫീസ് ടൈം കഴിഞ്ഞു. വൈകിട്ട് 5 മണി കഴിഞ്ഞ് ഒരു 6 മണി മുതൽ രാത്രി 10-11 മണി വരെ നൈറ്റ് തട്ടുകട നടത്തുമെന്ന് പറഞ്ഞു. നിങ്ങൾക്കറിയാമല്ലോ നമ്മുടെ നാട്ടിലെ സ്ട്രീറ്റിലെ തട്ടുകട. അപ്പം അങ്ങനെ ഞാൻ ദൈവമായിട്ടൊരു ഉടമ്പടി വെച്ചിട്ട് രാത്രിയിൽ ഞാൻ രാവിലെ പകലൊക്കെ ട്രാക്റ്റും കൊടുത്ത് ഒക്കെ തിരിച്ചു വന്നു. വൈകുന്നേരം ആകുമ്പോൾ ദോശയും ചമ്മന്തിയും സാമ്പാറും ഒക്കെ ചൂടും തട്ടുകട നടത്തി. അങ്ങനെയാണ് സുവിശേഷ വേലയുടെ ആരംഭം. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് നമ്മൾ ഒരു ജോലി ചെയ്ത് കർത്താവിൻ്റെ വേല ചെയ്ത് നമുക്ക് എപ്പോഴും അഭിമാനമാണ്, അതിനകത്തൊരു പ്രശ്നവുമില്ല. അപ്പോൾ അങ്ങനെ സുവിശേഷ വേല ആരംഭിച്ചു. ദൈവകൃപയാൽ പിന്നീട് കർത്താവ് ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളെ മാറ്റിക്കൊണ്ടുവന്ന് പൂർണ്ണമായും കർത്താവിൻ്റെ വേലയ്ക്കായി സമർപ്പിക്കാനിടയായി. എന്നാൽ കഴിഞ്ഞ കോവിഡ് കാലം വന്ന് നിങ്ങൾക്കറിയാം. കോവിഡ് കാലത്ത് 2 വർഷത്തോളം ദേവദാസന്മാർ വീട്ടിൽ കുത്തിയിരുന്ന സാഹചര്യങ്ങളാണ്. ആ സമയത്തും എനിക്കറിയാവുന്ന എൻ്റെ കൂടെ പഠിച്ച ക്ലാസ്മേറ്റ്സ് ആയിട്ടുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പൊക്കെ എനിക്കുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഞാൻ എഴുതിയിട്ടു, അന്ന് ഈ എയർപോർട്ടിൽ പോകാൻ എല്ലാവർക്കും പേടിയാണ്, കൊറോണ വന്നുകൊണ്ട് ആരും പോവുകയില്ല, ടാക്സിക്കാരൊന്നും വിളിച്ചാൽ വരികയില്ല. അപ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാരോട് പറഞ്ഞു, എയർപോർട്ട് ഓട്ടം വന്നാൽ വിളിച്ചേക്കണം, ഞാനും എൻ്റെ കാറും ഫ്രീ ആണെന്ന് പറഞ്ഞു. അങ്ങനെ കോവിഡ് കാലത്ത് എത്രയോ എയർപോർട്ട് ഓട്ടം ഞാൻ പോയിട്ടുണ്ട്, അതിലൊന്നും പ്രശ്നമൊന്നുമില്ല. അങ്ങനെയൊക്കെ ജീവിക്കുന്നതിലൊന്നും യാതൊരു തടസ്സമില്ല. നമ്മൾ ആരടുത്തും പോയി കൈ നീട്ടി ചോദിക്കാതിരുന്നാൽ മതി. അപ്പോൾ അങ്ങനെ കൃപയാൽ സുവിശേഷ വേല അന്നും ഇന്നും ദൈവകൃപയാൽ ഭംഗിയായി കഴിഞ്ഞ 16 വർഷത്തോളമായി സുവിശേഷ വേലയിൽ നിലനിൽക്കാൻ കർത്താവ് സഹായിച്ചു. പ്രവർത്തനം നിങ്ങൾക്കറിയാം. കർത്താവ് എന്നോട് വേലയ്ക്ക് വിളിച്ചപ്പോൾ ഇടപെട്ട ശബ്ദം അറിയാത്തവരോട് അറിയിക്കുക. അത് കേട്ടുകൊണ്ടാണ് ഞാൻ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങുന്നത്. അതുകൊണ്ടാണ് പലപ്പോഴും പെന്തക്കോസുകാർ പ്രസംഗിക്കാൻ നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വിളിച്ചാൽ എന്നൊക്കെ പറഞ്ഞ് ഞാൻ പലയിടത്തും പ്രസംഗിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട്. അതൊന്നും വെല്ലുവിളിയുടെ ഭാഗമല്ല. പകരം ഈ അകത്ത് വന്നവരോട് ഒത്തിരി പറയുന്നതിനേക്കാൾ നല്ലത് അറിയാത്തവരോട് അറിയിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഒരു കൺവെൻഷൻ ഒഴിവാക്കിയാലും പരസ്യയോഗം ഒഴിവാക്കാറില്ല. നമ്മുടെ പ്രവാസികളായിരിക്കുന്നവരും ചിലപ്പോൾ വിളിച്ച് പറയും, പക്ഷേ ഞങ്ങളുടെ വീട്ടിൻ്റെ അവിടെ കുടുംബ വീടൊക്കെ അടഞ്ഞു കിടക്കുക, ആ ഏരിയ ഇപ്പോൾ ഒരെണ്ണം നടത്താവോ എന്നൊക്കെ ഇവിടെ ഇരുന്നുകൊണ്ടൊക്കെ വിളിച്ച് ചോദിക്കും. പിന്നെന്താ പോയി നടത്താമെന്ന് പറഞ്ഞ് നമ്മൾ പോയി നടത്തും. അങ്ങനെ അറിയാത്തവരോട് അറിയിക്കുന്ന ഒരു പ്രവർത്തനമായി പരസ്യയോഗ മിനിസ്ട്രി, ഔട്ട്റീച്ച് ഗോസ്പൽ മിനിസ്ട്രി അങ്ങനെ മുന്നോട്ട് പോകുന്നു. നല്ല കുറച്ച് ദൈവദാസന്മാരെ കർത്താവ് എനിക്ക് കൂട്ടിന് എൻ്റെ ടീമിൽ തന്നു. അവരാരും ദ്രവ്യാഗ്രഹികളൊന്നുമല്ല. ഞാൻ പറയും, കൺവെൻഷൻ പ്രസംഗിച്ചിട്ട് ഇറങ്ങിയാൽ ഒരു കവർ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം, ചെറുതായാലും വലുതായാലും അവർ തരും. പക്ഷേ കവലയിൽ ആരും കവറും കൊണ്ട് നിൽപ്പില്ല. ചിലപ്പോൾ 2 അടിയോ ചീത്തവിളിയോ ഒക്കെ ആയിരിക്കും കിട്ടുന്നത്. ഒന്നും പ്രതീക്ഷിക്കരുതെന്ന് പറഞ്ഞു. ഒന്നും പ്രതീക്ഷിക്കാതെ നിസ്വാർത്ഥമായി എൻ്റെ കൂടെ നിൽക്കുന്ന കുറച്ച് ദൈവദാസന്മാരെ കർത്താവ് എനിക്ക് തന്നു. അങ്ങനെ ഞങ്ങൾ ടീമായി പരസ്യങ്ങളുമായി മുന്നോട്ട് പോകുന്നു. ഒരു വാക്കുകൂടെ പറഞ്ഞ് നമുക്ക് ദൈവവചനത്തിലേക്ക് വരാം. അങ്ങനെ മുന്നോട്ട് പോയി. കഴിഞ്ഞ കോവിഡ് കാലം വന്നപ്പോൾ വളരെ പ്രതിസന്ധികളിലൂടെ നമ്മുടെ നാട്ടിലെ ദൈവദാസന്മാർ കടന്നുപോയി. അങ്ങനെ ഇരിക്കെ എന്നെ വളരെ സ്നേഹിക്കുന്ന ഒരു സഹോദരൻ, ഓസ്ട്രേലിയയിലുള്ള ഒരു സഹോദരനുണ്ട്. അദ്ദേഹം എന്നെ വിളിച്ചു, പാസ്റ്ററെ നാട്ടിലെ പാസ്റ്റർമാരുടെ സ്ഥിതി എങ്ങനെയാണ്, പ്രത്യേകിച്ച് സഭാ ചാർജ് ഇല്ലാത്തവരുടെ അവസ്ഥ എങ്ങനെയാണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, അറിയില്ല, ഞാനും സഭാ ചാർജ് ഇല്ലാത്ത ആളാണല്ലോ. അപ്പോൾ ഇത്രയൊക്കെ അറിയപ്പെടുന്ന ആളായ എനിക്ക് പോലും ഈ സ്ഥിതി പരുങ്ങലാണെങ്കിൽ ഒന്നും അറിയാതെ ആയിരിക്കുന്ന പാവപ്പെട്ട ദൈവദാസന്മാരുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ഒരു ആശങ്കയുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു, സഭാ ചാർജ് ഉള്ളവരെ വിശ്വാസികളെങ്കിലും അന്വേഷിക്കാനുണ്ടായിരിക്കും, അതില്ലല്ലോ, അപ്പോൾ ഒന്ന് പോയി തിരക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ കോവിഡിൻ്റെ ആ ഒരു തീവ്ര ലോക്ക്ഡൗൺ കാലം കഴിഞ്ഞപ്പോൾ
ഞാനും എൻ്റെ വൈഫും കൂടെ അവിടെയുള്ള ലോക്കലിലുള്ള ചില ദേവദാസന്മാരെ വിസിറ്റ് ചെയ്യാനായിട്ട് അവരുടെ വീടുകളിൽ ചെന്നപ്പോൾ അക്ഷരാർത്ഥത്തിൽ നമ്മുടെ ചങ്ക് തകരുന്ന അനുഭവങ്ങൾ. പല വീട്ടിലും അക്ഷരീകമായ ആഹാരമില്ലാതെ മക്കൾ വിശക്കുന്നു എന്ന് പറയുന്ന സീനൊക്കെ കാണാനിടയായി. അത് ഭയങ്കരമായിട്ട് ഹൃദയത്തെ വേദനിപ്പിച്ചു. ഞാൻ അതുവരെ ഇത്രയോ വർഷങ്ങളായി ഈ ചാരിറ്റി പരിപാടി അത്തരം കാര്യങ്ങളൊന്നും ഞാൻ ഇറങ്ങിയിട്ടില്ല. എന്നാൽ ആ ഒരു സീൻ കണ്ടപ്പോൾ ഹൃദയം വല്ലാതെ വേദനിച്ചു. ഞാൻ അച്ഛനോട് വിളിച്ചു പറഞ്ഞു, അച്ഛാ ഭയങ്കര അവസ്ഥയാണ്. അപ്പോൾ അദ്ദേഹം ഉടൻ തന്നെ അല്പം പൈസ അയച്ചിട്ട് പറഞ്ഞു, അവിടെ എത്രയും പെട്ടെന്ന് ആഹാരം എത്തിക്ക്. ഞാൻ ഒരാൾ വിചാരിച്ചാൽ ഇത് പരിഹരിക്കപ്പെടാൻ പറ്റില്ലല്ലോ, നമുക്ക് നോക്കാം, ഞാൻ പലരോടും പറയാം എന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് അത് ചെയ്തു കഴിഞ്ഞ് വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് എനിക്ക് തോന്നി ഈ ഒരു അവസ്ഥ എന്നെ ഫോളോ ചെയ്യുന്ന, എൻ്റെ മീഡിയയിൽ ഫോളോ ചെയ്യുന്നവരൊക്കെ അറിയണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ ഇട്ടതാണ്. ആ വീഡിയോയിലൂടെ ഉരുവായ കൂട്ടായ്മയാണ് കൈത്താങ്ങ് എന്ന് പറയുന്ന കൂട്ടായ്മ. ഒറ്റയടിക്ക് ആയിരക്കണക്കിന് ആളുകൾ സന്തോഷത്തോടെ കൈകോർക്കാൻ തുടങ്ങി. ഈ കഴിഞ്ഞ കോവിഡിൻ്റെ ചുരുങ്ങിയ ഈ ഒരു വർഷവും 2-3 മാസമായി ഈ പ്രവർത്തനം തുടങ്ങിയിട്ട്. ഞങ്ങളുടെ കൂട്ടത്തിലെ ഒരു അംഗമാണ് ഇവിടെ പാട്ടുപാടിയ ഈ ചർച്ചിലെ മാത്യു വർഗീസ് എന്ന ബീച്ചായൻ ഞങ്ങളുടെ കൂട്ടായ്മയിലെ അംഗമാണ്. അപ്പോൾ ബിജാൻ അറിയാം, ഈ കഴിഞ്ഞ ഒരു വർഷവും 2 മാസത്തിൻ്റെ ഉള്ളിലെ സമയം കൊണ്ട് 21 പെൺകുഞ്ഞുങ്ങളെ വിവാഹം കഴിപ്പിക്കാൻ ദൈവം ഞങ്ങളുടെ കൂട്ടായ്മയ്ക്ക് ഭാഗ്യം തന്നു. 21 ഒത്തിരി പറയാനോ, 10-ലധികം ആളുകൾക്ക് വീട് വെച്ച് കൊടുക്കാൻ കഴിഞ്ഞു ചുരുങ്ങിയ കാലം. അതിനുള്ളിൽ 54ഓളം പാസ്റ്റർമാർക്ക്, ഒരു അസംബ്ലീസ് ഓഫ് ഗോഡോ ചർച്ച് ഓഫ് ഗോഡോ ഷാരോണോ ഒന്നും അല്ലാത്ത സ്വതന്ത്രമായി വേല ചെയ്യുന്ന 54ഓളം പാസ്റ്റർമാർക്ക് എവറി മന്ത് 5,000 റുപ്പീസ് വെച്ച് ഞങ്ങൾ മന്ത്ലി സപ്പോർട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഒത്തിരി കീമോ, ക്യാൻസർ പേഷ്യൻസ്, ഡയാലിസിസ് പേഷ്യൻസുകൾക്ക് എവറി മന്ത് ഞങ്ങൾ മെഡിക്കൽ എയ്ഡ് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഒത്തിരി പ്രവർത്തനങ്ങൾ 2800ഓളം കുടുംബങ്ങളിൽ ഭക്ഷണ കിറ്റുകൾ എത്തിക്കുവാനായിട്ട് ദൈവം ഞങ്ങളെ. ഇതിനെല്ലാം ബീച്ചാൻ സാക്ഷിയാണ്. അതിനകത്തെല്ലാ കണക്കും കാര്യങ്ങളും അപ്ഡേറ്റ് ആയിട്ട് കാണുന്നയാളാണ്. ആമേൻ. ഈ പ്രവർത്തനം അങ്ങനെയാണ് ആരംഭിച്ചത്. അങ്ങനെ ഉരുവായ ഒരു പ്രവർത്തനമാണ് ചാരിറ്റി എന്ന് പറയുന്നത്. സുവിശേഷ വേലയുടെ ഒരു ഭാഗമായിട്ട് വന്നൊരു കാര്യമാണ്. ഇതിനകത്ത് നമ്മൾ ശ്രദ്ധ കൊടുത്തു പോയി നമ്മുടെ ലക്ഷ്യം മാറിപ്പോകാൻ ഒരിക്കലും ഇടയാകാതിരിക്കേണ്ടതിന് ഇതൊരു സൈഡായി മാത്രമേ കിടക്കണുള്ളൂ. പരസ്യയോഗത്തിൻ്റെ പ്രവർത്തനങ്ങൾ, ഔട്ട്റീച്ച് മിനിസ്ട്രിയാണ് നമ്മുടെ മിനിസ്ട്രി. അത് മാത്രമാണ് നിങ്ങൾ പ്രാർത്ഥനയിൽ ഓർക്കേണ്ടത്. ഇത് നടക്കണമെന്ന് ദൈവത്തിന് ഹിതമുള്ള കാലം വരെ നടക്കും. അതിനകത്ത് വലിയ അമിത പ്രസക്തിയൊന്നും ഞാൻ കാണുന്നില്ല. പക്ഷെ ഒരു ഗുണമുള്ളത്, അർഹതപ്പെട്ട ആളുകളുടെ കരങ്ങളിൽ കൃത്യമായിട്ട് സഹായം എത്തിക്കുവാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളത് അഭിമാനത്തോടെ പറയാൻ കഴിയുന്ന കാര്യമാണ്. ഇത് ടെലിഗ്രാം എന്ന് പറയുന്ന ഒരു ആപ്പിൽ പ്രവർത്തിക്കുന്ന ഗ്രൂപ്പാണ്, വാട്സപ്പ് പോലെ. വാട്സപ്പിൻ്റെ അകത്ത് 200-257 പേരെ കൊള്ളത്തുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ ടെലിഗ്രാം എന്ന് പറഞ്ഞൊരു ആപ്പിലേക്ക് മാറി അൺലിമിറ്റഡ് ആയിട്ട് അതിനകത്ത് മെമ്പേഴ്സിന് ജോയിൻ ചെയ്യാം. അങ്ങനെ അതിനകത്ത് ജോയിൻ്റ് ആയിട്ട് അർഹതപ്പെട്ടവരെ ആളുകളെ ഞാൻ നേരിട്ട് പോയി അന്വേഷിച്ച് അവർക്ക് മറ്റൊരു സഹായവും കിട്ടാനില്ലെന്ന് ഉറപ്പുവരുത്തി അവരിന് അർഹരാണെന്ന് കണ്ട് ബോധ്യപ്പെട്ടിട്ടാണ് നമ്മൾ അവരുടെ വിഷയം ഈ ഗ്രൂപ്പിൽ കൊണ്ട് അവതരിപ്പിക്കുന്നത്. അപ്പോൾ അതിനുള്ളിലെ ദേവദാസന്മാർ പറയും, എന്നാൽ ഞാൻ ഇങ്ങനെ ഇത്ര ചെയ്യാമെന്ന് പറഞ്ഞ് അവിടെ പ്രോമിസ് ചെയ്യുന്നു. ആ പ്രോമിസ് ചെയ്ത് ആഗ്രഹിക്കുന്ന തുകയാകുമ്പോൾ അത് ആരാണോ അത് കൈപ്പറ്റേണ്ടത് അവരുടെ അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുക്കുക ചെയ്യുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് മീഡിയേറ്റർ പരിപാടിയൊന്നും ഇല്ല. അതുകൊണ്ട് ഇവിടെ ഈ ആദ്യകാലം മുതൽ ഇന്ന് വരെയും കർത്താവിൻ്റെ വേലയിൽ അന്നും ഇന്നും സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ് പ്രവാസി മലയാളികൾ. പക്ഷെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇവിടുന്ന് പോകുന്നതിൽ നല്ലൊരു ഭാഗവും സംഘടനകൾ വിഴുങ്ങുന്നത് കൊണ്ട് അർഹതപ്പെട്ടവരുടെ കരങ്ങളിൽ എത്തുന്നില്ലെന്നുള്ള പച്ചയായ സത്യം എന്ന് പറഞ്ഞാൽ, കുറഞ്ഞ പക്ഷേ എൻ്റെ ഭാഷയിൽ ഞാൻ പറഞ്ഞാൽ, മീൻ നിങ്ങൾ കഴിച്ചോ, മുള്ളെങ്കിലും കൊടുക്കുമെന്ന് ഞാൻ പറയും. മുള്ളു പോലും കൊടുക്കണില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രശ്നം. അതുകൊണ്ട് അർഹതപ്പെട്ടവരുടെ കയ്യിൽ എത്തിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾ കൈത്താങ്ങിലൂടെ തന്നെ എന്തെങ്കിലും ചെയ്യണമെന്നുള്ള നിർബന്ധ വാശിയൊന്നും എനിക്കില്ല. നിങ്ങൾ എന്ത് ചെയ്താലും നിങ്ങൾ അന്വേഷിക്കുക, ബോധ്യപ്പെടുക, അർഹതപ്പെട്ടവർക്ക് നേരിട്ട് എത്തിക്കുക. അങ്ങനെ ചെയ്താൽ നാട്ടിൽ ഒത്തിരി പേരുടെ കണ്ണുനീര് തുടയ്ക്കാൻ നിങ്ങൾക്ക് കഴിയും. അല്ലെങ്കിൽ സംഘടനകൾ വിഴുങ്ങും. അതുകൊണ്ട് 40-45 വർഷം ഒരു പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ച ദൈവദാസൻ ഈ കഴിഞ്ഞ 3 മാസം മുമ്പ് വിളിച്ചു 45 വർഷം ഒരു സംഘടനയിൽ പ്രവർത്തിച്ചു, ആത്മാക്കളെ നേടി, പോയിടത്തെല്ലാം സഭാഹോള് പണിതു, പാഴ്സണേജ് പണിതു, അങ്ങനെയൊക്കെ ചെയ്തു. ഒടുവിൽ വിളിച്ചെന്തിനെന്നറിയാമോ? മോളെ കെട്ടിക്കാൻ നിവൃത്തിയില്ല. അറിയാമോ? 45 ആയുസിൻ്റെ നല്ലൊരു ഭാഗം കർത്താവിൻ്റെ വേല ചെയ്ത മനുഷ്യൻ. ഞാൻ പറഞ്ഞു, നിങ്ങൾ സംഘടനയിൽ എന്താ പറയാതെ? അവിടെ ചെന്നപ്പോൾ പറഞ്ഞു 5000 രൂപ ഓഫീസിൽ നിന്ന് മേടിച്ചോളാൻ. നാട്ടിൽ 1 കിലോ മത്തിക്ക് 400 രൂപയായി. 5000 രൂപ കൊണ്ടൊന്നൊരു കുഞ്ഞിൻ്റെ കല്യാണം നടത്താൻ പറ്റുമോ? ഞാൻ അത്രയും പറഞ്ഞ് അവിടെ നിർത്തുന്നു.
ആരെന്ത് ചെയ്താലും നിങ്ങൾ അന്വേഷിച്ച് ചെയ്യുക. നിങ്ങൾ ഷമീർ പാസ്റ്ററിനെ കോൺടാക്ട് ചെയ്തിൽ ചെയ്യണം. ഞാൻ അത്തരം കാര്യങ്ങളൊന്നും പ്രോത്സാഹിപ്പിക്കുന്നില്ല. നിങ്ങൾക്ക് താല്പര്യമുള്ള കാര്യം നിങ്ങൾക്ക് ചെയ്യാം. ഇവിടെ പ്രോജക്റ്റുകൾ അവതരിപ്പിക്കാൻ വന്നതല്ല. എനിക്കിതൊന്നും പറയുന്ന ഇഷ്ടമില്ല. ഇതുവരെ ഒരു പ്രസംഗത്തിൽ പറയാറില്ല. ഇതിൻ്റെ അകത്തുള്ള സഹോദരന്മാർ, ഈ കൂട്ടായ്മയിലുള്ളവർ ഒരു വാക്ക് പറയണം. ഈ സ്തോത്രകാഴ്ച എടുക്കുമ്പോൾ നിങ്ങൾ അറിയണ്ട എന്തിനാണ് എടുക്കുന്നത്. അതുകൊണ്ട് മാത്രം അത്രയും പറഞ്ഞു വന്നേ ഉള്ളൂ. നമുക്ക് നമ്മുടെ വിഷയത്തിലോട്ട് തിരിച്ചു വരാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ ദിനങ്ങളായി നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തു മൂലം പിതാവായ ദൈവം നമുക്ക് നൽകിയ സൗജന്യമായ രക്ഷയെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്നാം ദിവസം നമ്മൾ ചിന്തിച്ചു ഉൽപ്പത്തി പുസ്തകത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചിടം മുതൽ അങ്ങനെ നമ്മൾ പഠിച്ചു വന്നു. കാലത്തിൻ്റെ സമ്പൂർണ്ണതയിൽ പാപത്തിൽ വീണുപോയ മനുഷ്യവർഗത്തെ രക്ഷിപ്പാൻ സാക്ഷാൽ ദൈവം വേഷത്തിൽ മനുഷ്യനായ ലോകത്തിലേക്ക് ഇറങ്ങി വന്നു. കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ ക്രൂശിൽ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, വീണ്ടും വരുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് കരയേറിപ്പോയി പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകി. പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ശിഷ്യഗണം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്ഷയെ സംബന്ധിച്ചുള്ള സുവിശേഷം ജനത്തോട് അറിയിച്ചു. അത് വിശ്വസിച്ചവർ സ്വീകരിച്ചു. അവർ രക്ഷിക്കപ്പെട്ടു, അവർ സ്നാനപ്പെട്ടു, അവർ ദൈവകൃപയിലേക്ക് കടന്നു വന്നു. പാപമോചനത്തിനായുള്ള സന്ദേശം അപ്പോസ്തലന്മാരാൽ പ്രസംഗിക്കപ്പെട്ടു. അവിടെയാണ് നമ്മൾ ചുരുക്കത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നിൽക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം നമ്മൾ ഇന്നലെ ചിന്തിച്ചു നിർത്തിയത്, പത്രോസ് പരിശുദ്ധാത്മാവിൽ ദൈവവചനം പ്രസംഗിക്കുമ്പോൾ അത് കേട്ടവരുടെ ഹൃദയത്തിൽ കുത്തുകൊണ്ടവര് അവരെ നിലവിളിച്ചുകൊണ്ട്, സഹോദരന്മാരായ പുരുഷന്മാരെ, ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു. അതിന് പത്രോസ് പറഞ്ഞു, നിങ്ങൾ ഓരോരുത്തരും മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. സോ നമ്മൾ ഇന്നലെ ചിന്തിച്ചത് പാപമോചനം അഥവാ രക്ഷ എന്ന് പറയുന്നത് നമ്മുടെ ഒരു പുണ്യപ്രവർത്തികളാലോ ബലികളാലോ പൂജകളാലോ വഴിപാടുകളാലോ തുടങ്ങി യാതൊരു തരത്തിലുള്ള പ്രവൃത്തിയാലും ലഭിക്കുന്ന ഒന്നല്ല. പാപമോചനം അഥവാ രക്ഷ എന്ന് പറയുന്നത് സൗജന്യമായി ലഭിക്കുന്ന ഒന്നാണ്. അതെങ്ങനെയാണ് ലഭിക്കുന്നത്? ക്രൂശിലുള്ള വിശ്വാസത്താലാണ് നമുക്ക് ലഭിക്കുന്നത് എന്നുള്ളത് ഇന്നലെ നമ്മൾ ചിന്തിച്ചു നിർത്തിയ വിഷയമാണ്. അവിടെ നിന്ന് നമ്മൾ ചിന്തിച്ചു തുടങ്ങിയാണ്. റോമാലേഖനം 5-ാം അധ്യായം 2-ാം വാക്യം നമുക്ക് ഇന്നത്തെ ചിന്തയ്ക്കായി വായിക്കാം. റോമാലേഖനം 5-ാം അധ്യായം 2-ാം വാക്യം. ശ്രദ്ധിക്കുക, നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക്. ഇപ്പൊ നമ്മൾ എവിടാ നിൽക്കുന്നേ? ദൈവകൃപയിൽ നിൽക്കുകയാ. കാരണം ബൈബിൾ പറഞ്ഞു, കൃപയാലല്ലോ നാം വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, പ്രവൃത്തി കാരണമല്ലല്ലോ. അപ്പം നമുക്ക് ഒരു പ്രവൃത്തി കൊണ്ടും ആർക്കും പാപമോചനം ലഭിക്കാനായിട്ട് കഴിയുകയില്ല എന്നുള്ളതാണ് ദൈവവചനം പറയുന്നത്. അതുകൊണ്ട് ആ എബ്രായ ലേഖനം 10:11 ഇങ്ങനെ രേഖപ്പെടുത്തിയത്. എബ്രായർ 10:11, ഏതൊരു പുരോഹിതനും ദിവസേന ശുശ്രൂഷിച്ചും പാപങ്ങളെ പരിഹരിപ്പാൻ ഒരു നാളും കഴിയാത്ത, കണ്ടോ, പാപങ്ങളെ പരിഹരിപ്പാൻ ഒരു നാളും കഴിയാത്ത അതേ യാഗങ്ങളെ കൂടെ കഴിച്ചുകൊണ്ട് നിൽക്കുന്നു. പുരോഹിതന്മാരുടെ ജോലി ഇങ്ങനെയാണ്. പാപങ്ങളെ പരിഹരിക്കാൻ ഒരു കഴിവുമില്ലാത്ത യാഗവും പൂജയും വഴിപാടും ഒക്കെ കൂടെ കഴിച്ച് മണിയടിച്ചിങ്ങനെ നിൽക്കുകയാണ് പുരോഹിതന്മാരുടെ പരിപാടി. എന്നാൽ അടുത്ത വാക്കെന്താ? എന്നാൽ യേശുവോ പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിച്ചിട്ട് എന്നേക്കും ദൈവത്തിന്റെ വലത്തുഭാഗത്തിരുന്നു കൊണ്ട് തന്റെ ശത്രുക്കൾ തന്റെ പാദപീഠമാകുവോളം കാത്തുമിരിക്കുന്നു. അപ്പോൾ യേശുക്രിസ്തുവോ നമ്മുടെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ ഒരിക്കലായി മഹായാഗത്താൽ നമ്മുടെ പാപത്തിന് മോചനം ലഭിക്കുവാൻ ക്രൂശിൽ തൻ്റെ പ്രാണനെ യാഗമാക്കി. അങ്ങനെ നമുക്ക് പാപമോചനം ലഭിച്ചു. അതുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന പൂജയും വഴിപാടും മണിയടിയും ഒന്നും കൊണ്ട് പാപമോചനം ലഭിക്കത്തില്ലെന്ന് പറയുന്നത്. പെന്തക്കോസ്തുകാരുടെ കണ്ടുപിടുത്തമല്ല, വേദപുസ്തകത്തിൻ്റെ പ്രഖ്യാപനമാണ്. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക്, അതാ റോമാലേഖനം 5-ാം അധ്യായം 2-ാം വാക്യം പറഞ്ഞത്. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം, ആരാണ് അവൻ? യേശുക്രിസ്തു മൂലം വിശ്വാസത്താൽ പ്രവേശനം ലഭിച്ചിരിക്കുന്നു. അപ്പം നമ്മൾ ഈ നിൽക്കുന്ന കൃപയിലേക്ക് നമ്മൾ എങ്ങനെയാ എൻ്റർ ആയത്? വിശ്വാസത്താൽ പ്രവേശിച്ചു. നമ്മൾ വിശ്വാസത്താൽ ഇതിൻ്റെ അകത്തേക്ക് പ്രവേശിച്ചു. ആമേൻ. അതുകൊണ്ടാണ് ഇന്നലെ നമ്മൾ പറഞ്ഞത് വിശ്വാസത്താലാണ് പ്രവേശനം. മരിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഓപ്ഷൻ ഇല്ല. അത് നമ്മൾ ഇന്നലെ ഇവിടെ വേദപുസ്തകത്തിൽ നിന്ന് കൃത്യമായി തെളിയിച്ചതാണ്. ഇനി ഈ രക്ഷിക്കപ്പെട്ടില്ലേലും സ്നാനപ്പെട്ടില്ലേലും ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തരുന്നുണ്ടല്ലോ. ഒരു വീട് ചോദിച്ചപ്പോൾ 2 വീട് തന്നു, ഒരു കാറ് ചോദിച്ചു 4 കാറ് തന്നു, 2 മക്കളെ ചോദിച്ചപ്പോൾ 5 മക്കളെ തന്നു എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. ഇതൊക്കെ ലഭിക്കുവാൻ എന്താകണമെന്നില്ല, ദൈവമക്കളാകണമെന്ന് ഇല്ല. നമ്മൾ ഇന്നലെ പറഞ്ഞു. അതിനുദാഹരണം നമ്മൾ കണ്ടു. ആരെയാ? കൊർന്നേലിയോസ് എന്ന് പറയുന്ന പട്ടാളക്കാരൻ
താൻ രക്ഷിക്കപ്പെടുകയോ സ്നാനപ്പെടുകയോ ചെയ്യുന്നതിന് മുൻപ് തന്നെ തനിക്ക് 4-5 ക്വാളിറ്റി ഉള്ളതായി രേഖപ്പെടുത്തിയിരിക്കും. 1 ഭക്തൻ, 2 കുടുംബമായി ദൈവത്തെ ഭയപ്പെടുന്നവൻ, 3 ജനത്തിന് ധർമ്മം കൊടുക്കുന്നവൻ, 4 എപ്പോഴും പ്രാർത്ഥിക്കുന്നവൻ, 5 ദർശനം കാണുന്നവൻ. ഇങ്ങനെയൊക്കെ യോഗ്യത ഉണ്ടായിരുന്നിട്ടും ആള് ദൈവവൈതൽ എന്ന കാറ്റഗറിയിലേക്ക് വന്നില്ലായിരുന്നു. പരിശുദ്ധാത്മാവും ഇല്ലായിരുന്നു. അതൊക്കെ സംഭവിക്കുന്നത് പിന്നീട് പത്രോസിനെ വിളിച്ച് വചനം കേട്ടപ്പോഴാണ്. അപ്പോൾ അതുകൊണ്ട് എന്നെ ദൈവം എല്ലാം കാണിക്കാറുണ്ട്, കൃത്യമായി എന്നെ വെളിപ്പാട് കാണിക്കുന്നൊക്കെ പറഞ്ഞ് വിറയ്ക്കുന്ന അമ്മച്ചിമാരെയൊക്കെ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ കണ്ടതൊക്കെ ശരിയാ, കാണിക്കുന്നുണ്ടാകാം, അതിൽ എതിർക്കുന്നില്ല. പക്ഷെ അതൊന്നും കൊണ്ട് നിത്യതയിൽ പോകുമെന്ന് പ്രതീക്ഷിക്കരുത്. ഇതെല്ലാം നമ്മൾ ഇന്നലെ ചിന്തിച്ച കാര്യമാണ്. ആമേൻ. അതുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തു, നമുക്കറിയാം ലൂക്കോസ് സുവിശേഷം 5-ാം അധ്യായം പഠിക്കുമ്പോൾ യേശു ഗന്നസരത്ത് തടാകത്തിൻ്റെ കരയിൽ നിൽക്കുമ്പോൾ പുരുഷാരം ദൈവവചനം കേൾക്കേണ്ടതിന് അവനെ തിക്കിക്കൊണ്ടിരിക്കയിൽ ആമേൻ 2 പടക് കരയ്ക്കടുത്ത് നിൽക്കുന്ന അവൻ കണ്ടു. അവയിൽ നിന്ന് മീൻപിടുത്തക്കാർ ഇറങ്ങി വല കഴുകുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞു. ആ പടകളിൽ ശീമോനുള്ളതായ ഒന്നിൽ അവൻ കയറി കരയിൽ നിന്ന് അല്പം നീക്കണമെന്ന് അവനോട് അപേക്ഷിച്ചു. അങ്ങനെ അവൻ പടകിലിരുന്ന് പുരുഷാരത്തെ ഉപദേശിച്ചു. സംസാരിച്ച് തീർന്നപ്പോൾ അവൻ ശീമോനോട് ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വല ഇറക്കുമെന്ന് പറഞ്ഞു. അടുത്ത വാക്ക്, അതിന് ശീമോൻ, നാഥ, ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല. അപ്പോൾ തലേന്ന് രാത്രി മുഴുവൻ അധ്വാനിച്ചു, ഒത്തിരി തണുപ്പ് സഹിച്ചു, ഒത്തിരി കഷ്ടപ്പെട്ടു. ചെറിയ എന്ന് പറഞ്ഞാൽ ഈ ട്രൗസർ ഇട്ട് നടക്കുന്ന കാലം മുതൽ മീൻപിടുത്തക്കാരനായിരിക്കുന്ന പുള്ളികൾക്ക് കാറ്റിൻ്റെ ഗതിയറിയാം, കടലിൻ്റെ കളർ മാറിയാൽ അറിയാം, എവിടെ മീൻ കിട്ടുമെന്നറിയാം. ഇതെല്ലാം പരിചയമുള്ള നല്ല പാരമ്പര്യമുള്ള പുള്ളികളാണ്. ഈ പാരമ്പര്യമുള്ള പുള്ളികൾ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒരു ചെറിയ പരൽമീൻ പോലും കിട്ടാതെ അങ്ങനെ ഭാരപ്പെട്ട് വല കഴുകിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് കർത്താവ് വരുന്നു, പടകിൽ സ്ഥലം ചോദിച്ചു, സംസാരിച്ചു തീർന്നപ്പോൾ ആമേൻ കർത്താവ് പറഞ്ഞു, ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വല ഇറക്കുന്നു. അതിന് ശീമോൻ പറഞ്ഞു, നാഥ, ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയില്ലെങ്കിലും നിന്റെ വാക്കിന് ഞാൻ അവിടെയൊക്കെ ഒത്തിരി ദൂതുണ്ട്, പ്രസംഗം മാറിപ്പോയിരിക്കാൻ അങ്ങോട്ട് കയറാത്ത, നിന്റെ വാക്കിന് വല ഇറക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ പത്രോസ് ഇത് കേട്ടിട്ട്, ശീമോൻ ഇത് കേട്ടിട്ട് വലയെടുത്തുകൊണ്ട് ഇറങ്ങാൻ പോകുമ്പോൾ തലേന്ന് രാത്രി മുഴുവൻ അധ്വാനിച്ച ബാക്കി മീൻപിടുത്തക്കാരൊക്കെ അവിടെ ഉണ്ടാവും അല്ലേ. അപ്പോൾ അവർക്ക് പത്രോസ് എവിടെ പോവാടാ? അതുകൊണ്ട് ഈ ഉപദേശി പറഞ്ഞു ഒന്നുകൂടെ പിടിക്കാൻ പോകാമെന്ന് പറയും. കാരണം ഈ ഉപദേശി യേശു ക്രിസ്തു ആണെന്ന് ദൈവപുത്രനാണെന്നുള്ള വെളിപ്പാട് അപ്പോൾ ആർക്ക് വന്നിട്ടില്ല, പത്രോസിന് വന്നിട്ടില്ല. അതൊക്കെ പിന്നെയാണ് വരുന്നത്. അപ്പം അവരുടെ ചിന്തയെ പറഞ്ഞാൽ നസറേത്തുകാരൻ ഉപദേശി, നസറായൻ പറഞ്ഞു ഒന്നുകൂടെ അങ്ങോട്ട് പോയി പിടിക്കാൻ പറഞ്ഞു. ഉടനെ ഈ പാരമ്പര്യക്കാരെന്തായിരിക്കും പറഞ്ഞു, എടാ നിനക്ക് തലയ്ക്ക് സുഖമില്ലടാ, നീ എങ്ങോട്ടായി പോണേ? അല്ലെ എടാ, നീ കണ്ട ഉപദേശിമാരുടെ വാക്ക് കേട്ട് വെള്ളത്തിൽ ഇറങ്ങാൻ പോകണോ? അല്ലേ പറഞ്ഞൂടെ? നമ്മുടെ പാരമ്പര്യം എന്താ, നമ്മുടെ എക്സ്പീരിയൻസ് എന്താ? നമ്മൾ എത്ര വർഷം ഇതിനകത്ത് കിടന്ന് തഴക്കവും പഴക്കവും ഉള്ളതാ. കാറ്റിൻ്റെ ഗതി, കടലിൻ്റെ കളറൊക്കെ മാറി അറിയാവുന്ന നമ്മൾ ഇത്രയും ശ്രമിച്ചിട്ട് കിട്ടിയിരുന്നില്ല. നീ ഉപദേശിമാരുടെ വാക്ക് കേട്ട് വെള്ളത്തിൽ ഇറങ്ങാൻ പോവാണോ? ആമേൻ. എന്നാൽ പത്രോസ് അവിടെ ഒരല്പം വൈകല്യം സ്വീകരിച്ചു. നിങ്ങൾ പറയണമെന്ന് എനിക്ക് കേൾക്കണില്ല, നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം. കർത്താവിൻ്റെ കൽപ്പന ഒറ്റയ്ക്കനുസരിക്കാനിടയാകണം. ഹല്ലേലൂയ. ആമേൻ. ചിലർ പറഞ്ഞ അങ്ങനല്ല, അച്ചായനും കൂടെ വരട്ടെ എന്നിട്ട് ഒന്നിച്ച് ഇറങ്ങാം, അമ്മാമ്മയും കൂടെ വരട്ടെ ഒന്നിച്ച്, മോനും കൂടെ വരട്ടെ ഒന്നിച്ച്. അച്ചായനും വരികയില്ല, മോനും വരികയില്ല, നീയും പോവുകയില്ല, എല്ലാം നരകത്തിൽ പോയി പതിക്കും. കാരണം രക്ഷ വ്യക്തിപരമാണ്. ആമേൻ. അതുകൊണ്ട് അവനവൻ്റെ നിത്യത ഉറപ്പാക്കിക്കോണം കുഞ്ഞ്. ആമേൻ. പത്രോസ് പറഞ്ഞത്, ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല, എങ്കിലും നിന്റെ വാക്കിന് ഞങ്ങൾ ആണോ? ഞങ്ങൾ ശ്രമിച്ച് നടന്നില്ല, പക്ഷെ നിന്റെ വാക്കിന് ഞാൻ വ്യക്തിപരമായി തീരുമാനിക്കണം. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ എൻ്റെ കർത്താവിൻ്റെ വാക്കനുസരിക്കാൻ പോവുക, വെള്ളത്തിലോട്ട് ഇറങ്ങാൻ പോവുക. ഇറങ്ങി ഒരു പൊട്ടനെ പോലെ അനുസരിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? ആമേൻ. നത്തോലി പോലുമില്ലാത്ത പടകിൽ നെമ്മീൻചൂര കടന്ന് പടക്കിയ ചാകര അല്ലേ, ചാകര. എൻ്റെ ചിന്ത അതല്ല, ഞാൻ പറയാൻ വന്ന വിഷയം. ആമേൻ. പടകിലിങ്ങനെ നെമ്മീൻചൂര കടന്ന് അങ്ങനെ പടക്കിയല്ലേ, വലിയ മീനുകൾ പടക്കിയ ചാകര. അവിടെ എഴുതിയിരിക്കുന്നു, അവൻ അടുത്തുള്ള പടകുകാരെ മാടി വിളിച്ചു. അവർ വന്ന് പടക് 2 മുങ്ങുമാറാകുവോളം വേണ്ടുവോളം നിറച്ചു. ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കട്ടെ, ഈ വന്ന് നിറച്ചവരാരെങ്കിലും അനുസരിച്ചവരാണോ? അല്ല അല്ലേ? ഒരു പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചോദിച്ചവരാകാം, എന്നാ വേറെ പണി. എന്നാൽ ഒറ്റയ്ക്കനുസരിക്കാൻ തയ്യാറാണെങ്കിൽ ആമേൻ, പരിഹസിച്ചവരും നിന്ദിച്ചവരുമൊക്കെ നിന്റെ പക്ഷം വന്നു ചേരുവാനിടയാകും. നീ അവരുടെ അടുക്കൽ പോയി കൈനീട്ടുമെന്നല്ല, നിനക്ക് ദൈവം തന്ന നന്മയ്ക്കകത്തുനിന്ന് അവർ പങ്കിട്ടെടുക്കാനിടയാകും. അതാണ് ഇന്നു വരെ ഇറങ്ങിത്തിരിച്ചവൻ്റെ ചരിത്രം അല്ലേ? ചോദിക്ക്, ഇന്ന് വരെ ഇറങ്ങിത്തിരിച്ചവൻ്റെ ചരിത്രം അങ്ങനെയാ. 2002 ഇറങ്ങുമ്പോൾ എൻ്റെ ബാപ്പയുടെ ആൾക്കാർ പറഞ്ഞു, പെന്തക്കോസി തുള്ളാൻ പോയെങ്കിൽ തെണ്ടി തിരിഞ്ഞ് വരോടാ ഞങ്ങളുടെ അടുക്കെ, അന്ന് തരാം ഓഹരി, 1 സെൻറ്റ് തരികയില്ലെന്ന് പറഞ്ഞു. അന്നത്തെ ആ ചോരത്തിളപ്പിൽ ഞാനും പറഞ്ഞു, ഞാൻ തെണ്ടിത്തിരിഞ്ഞ് നിൻ്റെ അടുക്ക വരാൻ ഞാൻ സേവിക്കുന്ന യേശു തെണ്ടിയല്ലടാ എന്ന് പറഞ്ഞു.
പിന്നല്ല, തെണ്ടിയെ സേവിക്കാനല്ല ഇറങ്ങിയത്, ഒരു സെൻറ്റും വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞവൻ്റെ മുമ്പിൽ സ്വർഗമെന്ന് അന്തസ്സായിട്ട് വീടും വസ്തുവും ഒക്കെ തന്നു നിർത്തിയിരിക്കുക. ആമേൻ. അവരുടെ പക്ഷം പോയി ചോദിച്ചില്ല. ഇപ്പം രഹസ്യത്തിൽ ചിലരൊക്കെ ഫോൺ വിളിച്ചിട്ട് പറയും ഞങ്ങൾക്കൂടൊക്കെ വേണ്ടി പ്രാർത്ഥിച്ചോണേന്ന്. അത്ര വരെ എത്തിയില്ലേ? ഞാൻ പറഞ്ഞു ഒറ്റയ്ക്ക് കൽപ്പന അനുസരിക്കാൻ ഇറങ്ങ്, ഒറ്റയ്ക്കിറങ്ങ്. അവനും വരട്ടെ ഇവനും വരട്ടെ, അവനും അല്ല, ഞാൻ നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം. ഒറ്റയ്ക്കിറങ്ങുകയാ. ആമേൻ. പടക് മുങ്ങുമാറാകുവോളം വേണ്ടുവോളം നിറച്ചു, അല്ലേ? ചാകര വന്നു. ആ സ്ഥാനത്ത് ഞാനോ സാജൻ പാസ്റ്ററോ ഒക്കെ ആയിരുന്നെങ്കിൽ സീൻ എന്താ? സീൻ അല്ലേ? എൻ്റെ വെപ്രാളം. എന്നാൽ അവിടെ എന്താ സംഭവിച്ചത്? പത്രോസ് ഇത് കണ്ടിട്ട് നെമ്മീൻചൂരോടെ പുറത്തോട്ട് വീണു. ആണോ? അല്ല. പത്രോസ് ഇത് കണ്ടിട്ട്, ഇന്ന് രാത്രി പെന്തക്കോസ്തുകാരോടൊരു ദൂത് ഞാൻ പറയാം. ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്ന്, നത്തോലി പോലും ഇല്ലാത്ത അവസ്ഥയിൽ നിന്ന്, ആമേൻ, ദൈവം നെമ്മീൻചൂരയൊക്കെ തന്ന് പടക് നിറച്ചപ്പോൾ, ആമേൻ, ലഭിച്ച നന്മയുടെ പുറത്തല്ല, അത് തന്ന കർത്താവിൻ്റെ കാൽക്കൽ വീണു. ഇന്ന് രാത്രി ഒരു തിരിച്ചറിവുണ്ടാകട്ടെ. കഴിഞ്ഞ കാലങ്ങളിൽ ഈ പട്ടണത്തിൽ വന്നിറങ്ങിയപ്പോൾ ഒരു കൊച്ചു ബാഗും കയ്യിൽ പിടിച്ച് തെക്കോട്ട് പോകണോ വടക്കോട്ട് പോകണോ എന്നറിയാതെ നെടുവീർപ്പിട്ട് നിന്ന അവസ്ഥയിൽ നിന്ന് ദൈവം സകലം നന്മകളും തന്ന് ഈ പട്ടണത്തിൽ മാനിച്ചപ്പോൾ, അത് തന്ന കർത്താവിനെ മറന്നിട്ട് ലഭിച്ച നന്മയുടെ കടത്ത് പുറത്ത് കടന്ന് പുളയ്ക്കുന്ന പെന്തക്കോസ്തുകാരുണ്ടെങ്കിൽ ഇന്ന് രാത്രി മടങ്ങി വന്നിട്ട് ലഭിച്ച നന്മയുടെ പുറത്തല്ല, അത് തന്ന കർത്താവിൻ്റെ പാദപീഠത്തിലേക്ക് ഒന്ന് മടങ്ങി വരാനിടയാകട്ടെ എന്ന് ഞാൻ ദൈവമക്കളോട് പറയുകയാ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ശ്രദ്ധിക്കണേ, തിരിഞ്ഞു നോക്കണം. ഒരു സൈക്കിൾ കിട്ടുമെന്ന് പ്രതീക്ഷയില്ലായിരുന്നു. അങ്ങനെ ഒരു കാലമുണ്ടായിരുന്നു, മറന്നു പോകരുത്. പോട്ടെ, ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രം. ആമേൻ. ശീമോൻ പത്രോസ് ഇത് കണ്ടിട്ട് യേശുവിൻ്റെ കാൽക്കൽ വീണു. ചിന്തിക്കാൻ വന്ന പോയിന്റ് അടുത്തതാണ്. അവൻ പറഞ്ഞു, കർത്താവേ, ഞാൻ പാപിയായ മനുഷ്യൻ. അപ്പോൾ ഈ ചാകര കിട്ടിയപ്പോഴും ആളാരാ? അപ്പോൾ പാപിയായാലും ഭൗതിക സ്ഥിതിക്ക് മാറ്റം വരാം. അതുകൊണ്ട് നിത്യതയെ പോണമെന്നില്ല. പിടി കിട്ടിയോ? ചാകര വരാം, ജോലിക്കയറ്റം കിട്ടാം, കാറിൻ്റെ എണ്ണം കൂടാം, വീടിൻ്റെ എണ്ണം കൂടാം. അതുകൊണ്ട് ദൈവം എന്നെ മാനിച്ച് അനുഗ്രഹിച്ചു, ഞാൻ നിത്യതയെ പോകുന്നു. ചിന്തിക്കരുത്. നിത്യതയുടെ പടി, നിത്യതയിലേക്കുള്ള സ്റ്റെപ്പ് ഭൗതിക നന്മകളല്ല. പ്രൈസ് ദി ലോർഡ്. അങ്ങനാണെങ്കിൽ സാജൻ പാസ്റ്റർ അമേരിക്ക വരണ്ട. ആമേൻ. ഗൾഫിലുള്ള അറബികൾ മൊത്തം സ്വർഗത്തിൽ കയറണ്ടേ? എന്തോരം ഭൗതിക നന്മ. സ്തോത്രം. അവിടുത്തെ ചർച്ചിൽ വന്നിട്ട് ഒരാൾ പ്രസംഗിക്കുകയാണ്, ചില സാമ്പത്തികത്തിൻ്റെ കേട്ട് അഴിക്കാൻ പോവാന്ന് ഒരു മലയാളിയോട്. അവിടുത്തെ അറബിക്ക് 1 ലക്ഷം ലഭിച്ചപ്പോൾ നാട്ടിൽ നിന്ന് വന്ന മലയാളിക്ക് 10,000 ലഭിച്ചു. ആ 10,000-ൽ ഇവൻ 1000 രൂപ വന്ന ഭാഷക്ക് കൊടുത്തു. ഈ 1000 കൊണ്ട് കേരളത്തിൽ വന്നിട്ട് പറയാ, ദൈവം എന്നെ ഓടിച്ചിട്ട് അനുഗ്രഹിച്ചെന്ന്. അറബിയുടെ മേശപ്പുറത്തുനിന്ന് വീണ തുണ്ടാണ് അവിടുത്തെ മലയാളിക്ക് കിട്ടിയത്. ആ മലയാളിയുടെ ഇലയെന്ന് വീണ തുണ്ടാണ് ഇവിടുന്ന് പോയ പുള്ളിക്ക് കിട്ടിയത്. ആ തുണ്ടും കൊണ്ട് പറയാ, എന്നെ ഓടിച്ചിട്ട് അനുഗ്രഹിച്ചെന്ന്. അതാണ് അനുഗ്രഹമെങ്കിൽ ദൈവം ഓടിക്കാതെ അനുഗ്രഹിച്ചത് അറബിയല്ലേ? നിങ്ങൾക്ക് പിടികിട്ടിയോ ഞാൻ പറഞ്ഞേ? ഭൗതിക നന്മകളുടെ കണക്ക് വെച്ചുകൊണ്ട് ദൈവനൊന്നും മാനിച്ച് ഒന്നും പറയല്ലേ. നേരത്തെ പ്രിയ മോനിവിടെ പറഞ്ഞ പോലെ ഒരു സഭയിൽ കർത്താവിൻ്റെ പ്രവൃത്തി നടക്കുന്നത് ആൾ കൂടി വരുന്നൊന്നുമല്ല. അതൊക്കെ വലിയ ചിന്തയാ. സ്തോത്രം, അല്ലേ? ആൾ കൂടുന്ന ആത്മീയത്തിൻ്റെ ലക്ഷണമെന്ന് ചിലർ പറയും. ഞങ്ങളെ ഈ ടൗണിൽ മെഗാ ചർച്ചൊന്നും പുസ്തകത്തിൽ ഇല്ലെന്ന്. ചെറിയ കൂട്ടമേ. പ്രൈസ് ദി ലോർഡ്. പ്രമാണത്തിൽ നിൽക്കുന്ന ഒരു കൊച്ചു കൂട്ടം മതി. പ്രമാണത്തിൽ നിൽക്കണം. ഇപ്പം ചിലർ പറയും മെഗാ ചർച്ച് ബൈബിളിൽ ഇല്ലെന്ന് പാസ്റ്റർ പറഞ്ഞല്ലോ. അപ്പോസ്തല പ്രവൃത്തി 2 ഒറ്റ പ്രസംഗത്തിൽ 3000 പേര്. അത് മെഗാ ചർച്ചല്ലേ? തെറ്റിപ്പോയി. 3000 പേര് വന്നപ്പോൾ പത്രോസ് 3000 പേരുടെ പാസ്റ്ററായിട്ട് അവിടെ ഇരുന്ന് സ്വോത്രസഞ്ചി വിരിച്ചെന്നല്ല. പല സ്ഥലത്ത് നിന്ന് പെരുന്നാളിന് വന്നുകൂടിയവരവര് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അവരെല്ലാം വന്ന സ്ഥലങ്ങളിൽ തിരിച്ചുപോയി. പോയിടത്തെല്ലാം സഭയുണ്ടായെന്ന ചരിത്രം. അല്ല 3000 പേരെ വെച്ചോണ്ട് അവിടെ ഒരു പാസ്റ്റർ ഇരുന്ന് കൂടാരം അടിച്ച് മെഗാ ചർച്ചാക്കി എന്നല്ല. പിന്നെ മെഗാസഭ ഉണ്ട്, നിത്യതയിലുണ്ട്. ഈ കൊച്ചുകൂട്ടങ്ങളെല്ലാം കൂടെ കുഞ്ഞാടിൻ്റെ മുമ്പിൽ ഒന്നിക്കുന്നൊരു ദിവസമുണ്ട്. സാമേൻ, അന്നാണ് ആർക്കും എണ്ണിക്കൂടാൻ കഴിയാത്ത മെഗാ ചർച്ചായിട്ട് കുഞ്ഞാടിൻ്റെ മുമ്പിൽ നിൽക്കാം.
അതുകൊണ്ട് ആൾ കൂടുന്നതിലൊന്നും അല്ല, ആത്മീയമൊന്നും കൂടെ ആ ഒരു വാക്ക് ഞാൻ അവിടെ ചേർക്കുക. കാരണം ഞങ്ങളുടെ നാട്ടിൽ ഞാൻ ഈ പ്രമാണമില്ലാതെ ആളെ കൂട്ടുന്ന കുറേ കൂട്ടങ്ങളുണ്ട് കേരളത്തിൽ. ഞാൻ അതിനൊക്കെ എതിരെ പറയുമ്പോൾ ഒരിക്കൽ ഒരാൾ എന്നെ ഫോൺ വിളിച്ചു, നിങ്ങളെ ചർച്ചിൽ എത്ര ഉണ്ട്? ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ ചർച്ചിൽ ഒരു 70-75 പേര്, അത്രേ ഉള്ളൂ. ഞങ്ങളുടെ സഭയൊന്ന് നോക്കണം, ആയിരക്കണക്കിന് ആളുകളാണ് വന്ന് മറിയുന്നത്. ഞാൻ പറഞ്ഞു, ലഗ്യോൻ 6000 ഉണ്ടല്ലോ, ശിഷ്യന്മാർ 12 ഉള്ളൂ. ശിഷ്യന്മാർ 12 ഉള്ളൂ, യൂദാ ഒഴികെ 11 ഉള്ളൂ. ലഗ്യോൻ 6000 ഉണ്ട്. പിന്നെ ആട് പ്രസവിച്ചാൽ വർഷത്തിൽ 1 അല്ലേ 2, ഇനി അങ്ങേ അറ്റം പോയാൽ 3 പോട്ടെ. ഞങ്ങളുടെ വീട്ടിൽ ആട് 4 പന്നികൾ ഒറ്റ പ്രസവത്തിൽ 18-20 പോടും. പക്ഷെ പോക്ക് എങ്ങോട്ടേ പോകത്തുള്ളൂ? ചെളിയിലേക്ക് പോകത്തുള്ളൂ. അപ്പോൾ ചെളിയിലേക്ക് പോകുന്ന 18 പന്നിയേക്കാൾ നല്ല 5 ആടിനെയും കൊണ്ട് കുഞ്ഞാടിൻ്റെ മുമ്പിൽ നിർത്തിയാൽ അതാണ് ദൈവത്തിന് പ്രസാദമുള്ള സഭ. അതുകൊണ്ട് നിങ്ങളുടെ ചർച്ച എത്ര ഉണ്ടടി എന്ന് പറയുന്ന ആ ചോദ്യമൊന്നും ദൈവസഭയ്ക്ക് നേരെ ആരും പ്രയോഗിക്കേണ്ട. പ്രമാണത്തിൽ നിൽക്കുന്ന ഒരു കൊച്ചുകൂട്ടമാണ് ദൈവസഭ. ഇതൊന്നും ചിന്തിച്ച വിഷയമൊന്നുമല്ല, കയറി വന്ന പോട്ടെ, നമുക്ക് തിരിച്ചങ്ങ് വരാം. അപ്പോൾ ഭൗതികമായ എന്തെങ്കിലും കാര്യങ്ങൾ ലഭിച്ചത് കൊണ്ടോ, പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിച്ചത് കൊണ്ടോ, ദർശനം കണ്ടതുകൊണ്ടോ ഒന്നും നിത്യതയ്ക്ക് അവകാശിയാണെന്ന് ചിന്തിക്കേണ്ട. അതിന് വേദപുസ്തകം വെച്ചിരിക്കുന്ന മാനദണ്ഡം, മാനസാന്തരപ്പെട്ട് പാപമോചനത്തിനായി രക്ഷിക്കപ്പെട്ട് സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. അങ്ങനെ ക്രൂശിലുള്ള വിശ്വാസത്താൽ നാം രക്ഷയിലേക്ക് എൻ്റർ ചെയ്യുന്നു, വിശ്വാസത്താൽ പ്രവേശിച്ചിരിക്കുന്നു. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാൽ. ഇനി പ്രവേശിച്ചവൻ എന്ത് ചെയ്യണം? ഈ രക്ഷയിലേക്ക് സൗജന്യമായി പ്രവേശിച്ചവന് ഒരു പ്രമാണമുണ്ടെന്ന് പറഞ്ഞു. അതെവിടെയാ പറഞ്ഞത്? 2 തെസ്സലോനിക്ക ലേഖനം 2:15 നമ്മൾ വായിച്ചത്, ഓർമ്മയുണ്ടോ? ആമേൻ. 1-ാം ദിവസം നമ്മൾ വായിച്ചതാ 2 തെസ്സലോനിക്ക ലേഖനം 2:15. ആകയാൽ സഹോദരന്മാരെ, എൻ്റർ ചെയ്തവരെ, അകത്തു കയറിയവരെ, നിങ്ങൾ ഉറച്ചു നിന്ന്. അപ്പം അകത്ത് കയറിയവൻ 1, ഉറച്ചു നിൽക്കണം. 2, ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ ഉപദേശിച്ചെന്ന പ്രമാണം മുറുകെ പിടിക്കണം. എന്തിന്? മുൻപത്തെ വാക്യം 14-ാം വാക്യം, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മഹത്വം പ്രാപിപ്പാനല്ലോ അവൻ ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചത്. കുഞ്ഞാടിനോടൊപ്പം മഹത്വം പ്രാപിക്കണമെങ്കിൽ വാക്കിനാലോ ലേഖനത്താലോ ഉപദേശിച്ചു തന്ന പ്രമാണം മുറുകെ പിടിക്കണം. അപ്പൊ വിശ്വാസത്താൽ എൻട്രായവന്റെ മുമ്പിൽ എന്തുണ്ട്? പ്രമാണമുണ്ട്. പ്രൈസലോ. ചിലർ പറയുന്നത് അങ്ങനല്ല, രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, ഇനി കർത്താവ് വരും പോകും. അങ്ങനാണെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നു, എൻ്റെ അറിവിൻ്റെ പരിമിതിയിൽ സീനിയർ പാസ്റ്റേഴ്സ് ഇവിടെ ഇരിപ്പുണ്ട്, ചോദിക്കാം. അങ്ങനാണെങ്കിൽ മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ, അപ്പോസ്തല പ്രവൃത്തി പ്ലസ് വെളിപ്പാട് പോരായിരുന്നോ? മതിയായിരുന്നു. പിന്നെ എന്തിനാ ലേഖനങ്ങൾ എഴുതി വെച്ചേ? ലേഖനങ്ങൾ എഴുതി വെച്ച എന്തിനാ? ഇങ്ങനെ ചെയ്യല്ലോ, അങ്ങനെ ചെയ്യല്ലോ, അങ്ങനെ ജീവിക്കണം, ഇങ്ങനെ ജീവിക്കണം. അകത്തു വന്നവനൊരു പ്രമാണമുണ്ട്. ഈ പ്രമാണം പാലിക്കേണ്ടത് പുറത്ത് നിൽക്കുന്നവനല്ല, അകത്തു വന്നവനാണ്. ആമേൻ. ശ്രദ്ധിക്കുക. ആമേൻ. ഇവിടുന്ന് ഇപ്പോൾ ഒരു ബസ്സിൻ്റെ അകത്ത് കയറി. ഞാനും സാജൻ പാസ്റ്ററും കൂടെ ബസ് കയറാൻ പോയി. ഞാൻ ന്യൂയോർക്കിലേക്ക് പോകാൻ നിൽക്കുകയാണ്. ബസ് കയറി. ബസ്സിൻ്റെ അകത്ത് ഞാൻ കയറി കഴിഞ്ഞു. സാജൻ പാസ്റ്ററോട് ടാറ്റ പറഞ്ഞു. സാജൻ പാസ്റ്റർ പുറത്ത് നിൽക്കുന്നു, ഞാൻ അകത്ത് കയറി. അകത്ത് കയറിയപ്പോൾ എഴുതി വെച്ചിരിക്കുന്നു, നോ സ്മോക്കിംഗ്, പുകവലി പാടില്ല, കൈയും തലയും പുറത്തിടരുത്, ലേഡീസിൻ്റെ സീറ്റിൽ ഇരിക്കരുത്, ഇങ്ങനൊക്കെ കുറേ നിയമങ്ങൾ എഴുതി വെച്ചിരിക്കുന്നു. പുറത്തിരിക്കുന്ന സാജൻ പാസ്റ്ററിന് ഇത് ബാധകമാണോ? അല്ല. അകത്ത് കയറിയ എനിക്ക് ഇത് ആപ്ലിക്കബിളാണ്. അകത്ത് കയറിയ ഞാൻ ഉദ്ദേശിച്ച ഡെസ്റ്റിനേഷനിൽ ക്ഷേമത്തോടെ ഇറങ്ങണമെങ്കിൽ അകത്ത നിയമം ഞാൻ പാലിക്കണം. ആമേൻ. ഞാൻ അകത്ത് കയറിയല്ലോ, ഇനി എനിക്ക് എന്തുമാകാം എന്ന് പറഞ്ഞാൽ നടക്കില്ല. അകത്ത് വന്നവൻ ഏത് നിലയിൽ ജീവിക്കണം, ഏത് നിലയിൽ ജീവിക്കരുത്, എന്ത് ചെയ്യണം, എന്ത് ചെയ്തു കൂടാ, എന്ത് ചെയ്താൽ നീ അനുഗ്രഹം പ്രാപിക്കും, എന്ത് ചെയ്താൽ നിനക്ക് ദൈവിക കോപത്തിലേക്ക് വരും, എല്ലാം കൃത്യമായി രേഖപ്പെടുത്തി അകത്ത് വന്നവനോട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ദൈവമേ, ലേഖനങ്ങൾ സംസാരിക്കുന്നത് അകത്ത് വന്നവനോടാണ്. ലേഖനങ്ങൾ പൗലോസിന്റെ ഒരു ലേഖനം ഈ ഫിലദൽഫിയ AG സഭയിൽ കിട്ടി എന്നിരിക്കട്ടെ. കൊരിന്ത്യർക്ക് എഴുതിയതുപോലെ അല്ലെങ്കിൽ ഗലാത്യർക്ക് എഴുതിയതുപോലെ ഒരു ലേഖനം ഇവിടെ അയച്ചു എന്നിരിക്കട്ടെ. സാജൻ പാസ്റ്റർ വായിക്കുന്നു, നമ്മുടെ പ്രിയപ്പെട്ടവനായ പൗലോസ് പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ചിട്ട് നമ്മുടെ സഭയോടുള്ള ദൂത് ലേഖനത്താൽ ഇവിടെ അറിയിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞത് വായിക്കാൻ തുടങ്ങിയാൽ സഭയ്ക്കകത്തിരിക്കുന്നത് മുഴുവൻ വിശ്വാസികളാകണം എന്നില്ല. റൈറ്റ്?
സഭയ്ക്കകത്ത് ആരാധനയ്ക്ക് വന്നവരെല്ലാം വിശ്വാസികളാകണമെന്നില്ല, എല്ലാം രക്ഷിക്കപ്പെട്ടവരാകണം എന്നില്ല. ആമേൻ. അകത്ത് രക്ഷിക്കപ്പെടാത്ത, സ്നാനപ്പെടാത്ത 5 പേര് ഇരിപ്പുണ്ടാകാം. പക്ഷേ ഈ കത്ത് അഡ്രസ്സ് ചെയ്യുന്നത് ആമേൻ ഫിലദൽഫിയ സഭയിലുള്ള കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരും വിളിക്കപ്പെട്ടവരും വിശുദ്ധരായവർക്കും തന്നെ എഴുതുന്നത്. നിങ്ങൾ എല്ലാവരും ക്രിസ്തുയേശുവിൽ ഇങ്ങനെ 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 ചെയ്യണമെന്ന് പറഞ്ഞാൽ ഈ കത്ത് വായിക്കുമ്പോൾ അവിടെ രക്ഷിക്കപ്പെട്ടവനുണ്ട്, ഒരുപക്ഷെ രക്ഷിക്കപ്പെടാത്ത 5 എണ്ണമുണ്ട്. പക്ഷെ ഇത് ആരാണ് അനുസരിക്കേണ്ടത്? രക്ഷിക്കപ്പെട്ടവനാണ് ഈ കത്തിൽ പറയുന്ന പ്രമാണം അനുസരിക്കേണ്ടത്. രക്ഷിക്കപ്പെടാത്തവനോട് നമ്മൾ പറയേണ്ടത് സുവിശേഷമാണ്. അവൻ രക്ഷിക്കപ്പെട്ട് അവൻ ദൈവകൃപയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന പ്രമാണം അവനും ആപ്ലിക്കബിളാണ്. ഇതാണ് വേദപുസ്തകത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ആമേൻ രക്ഷിക്കപ്പെടാത്ത ഒരു വ്യക്തി ഇരിക്കുകയാണ്. ആ വ്യക്തി ഇരിക്കുമ്പോൾ നമ്മൾ കർത്താവിൻ്റെ മേശ എടുക്കുകയാണ്. നമ്മൾ പറയും, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപയിൽ നിൽക്കുന്നവർ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പത്തിൽ നിന്ന് കഴിക്കാൻ. നിങ്ങൾ ഒന്നുകൂടി ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ക്രമീകരിക്കപ്പെടണമെന്നൊക്കെ പാസ്റ്റർ ഇവിടെ നിന്ന് പറയുമ്പോൾ രക്ഷിക്കപ്പെട്ടവരെല്ലാം അവിടെ ഇരുന്നുകൊണ്ട് കർത്താവേ തിരുരക്തത്താൽ ഒരിക്കൽ കൂടെ എന്നെ കഴുകണമെന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുമ്പോൾ രക്ഷിക്കപ്പെടാത്ത 5 പേരിരിപ്പുണ്ട്. അവരിതിനെക്കുറിച്ച് ഭയപ്പെടേണ്ട കാര്യമുണ്ടോ? അവരവിടെ നിന്നുകൊണ്ട് ഓ കർത്താവ് ഇങ്ങനെ ആക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. കാരണം അവർക്ക് ഉള്ളതല്ല ഈ പ്രമാണം. അവർ ഈ അനുഭവത്തിലേക്ക് വന്നെങ്കിൽ മാത്രമേ അവർക്ക് ഈ വിഷയത്തിൽ ഈ പ്രമാണം ആപ്ലിക്കബിളായിട്ട് വരുന്നുള്ളൂ. ഇതാണ് ലേഖനങ്ങളുടെ വ്യത്യാസം. അതുകൊണ്ടാണ് ഈ അടുത്തിടയ്ക്ക് ഒരാൾ പറഞ്ഞു, യാക്കോബിൻ്റെ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ടല്ലോ ഷമീർ പാഷേ, നിങ്ങളുടെ പള്ളിയിൽ നല്ല വസ്ത്രം ധരിച്ചും പൊന്മോതിരം ഇട്ടും കൊണ്ട് ഒരുത്തം വരുമ്പോൾ അവനോട് നിങ്ങൾ സുഖിയേന ഇരുന്നാലും മുഷിഞ്ഞ വസ്ത്രം ധരിച്ച ദരിദ്രനെ കാണുമ്പോൾ അവിടെ കാണുമ്പോൾ ഇരിക്കുക എന്ന് പറയുകയും ചെയ്യുന്ന മുഖപക്ഷം നിങ്ങൾ കാണിക്കരുതെന്നൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ. ഉണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം മോതിരം ഇട്ടവനും ചർച്ചയിൽ വരുന്നുണ്ടെന്നല്ലേ? മോതിരം ഇട്ടവൻ മാത്രമല്ല, കുറിയിട്ടവനും വരും, കൊന്ത ഇട്ടവനും വരും, ജട പിടിച്ചവനും വരും, എല്ലാം വരും. അവരെല്ലാവരും രക്ഷിക്കപ്പെട്ടവരാകണമെന്നില്ല. ആമേൻ. നോക്കൂ, ആമേൻ. ഈ സഭയ്ക്കകത്ത് ഈ സഭയെക്കുറിച്ച് കേട്ടറിഞ്ഞിട്ട് ഇവിടുത്തെ ഒരു ലോക്കൽ ഒരു പ്രമാണിയായ മനുഷ്യൻ, ഇവിടുത്തെ ഒരു ഡിസ്ട്രിക്റ്റിൻ്റെ ചുമതല വഹിക്കുന്ന ഒരാൾ, ഒരു ചെയർപേഴ്സൺ, മറ്റാരെങ്കിലും ഒരാൾ, അയാൾ നമ്മുടെ സഭയെക്കുറിച്ച് കേട്ടിട്ടില്ലേ സാജൻ പാസ്റ്ററുള്ള സൗഹൃദത്തിൽ അയാൾ നല്ല വസ്ത്രം ധരിച്ച് നല്ലൊരു മാലയും ഇട്ട് മോതിരമിട്ട് അയാൾ ഇതിനകത്ത് വന്നാൽ അയാളും സഭയിൽ വരുന്ന മനുഷ്യനാണ്. സഭയ്ക്കകത്ത് വന്നപ്പോൾ പാവപ്പെട്ട ഒരു വിശ്വാസി വരുമ്പോൾ ആ വിശ്വാസിയെ സെക്കൻഡറി ആക്കിക്കൊണ്ട് മോതിരവും കോട്ടും ഒക്കെ ഇട്ട് വന്നതുകൊണ്ട് അയാൾക്ക് മുഖപക്ഷം കാണിച്ച് മുൻപിലിരുത്തിയാൽ നിങ്ങൾ കാണിക്കുന്നത് തെറ്റ് എന്നാണ് ലേഖനത്തിലൂടെ സംസാരിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് ദൈവസഭയ്ക്കകത്ത് ലേഖനം പഠിപ്പിക്കുമ്പോൾ അത് ആപ്ലിക്കബിൾ ആയിരിക്കുന്നത്. സകല ലേഖനങ്ങളുടെയും ടൈറ്റിൽ നിങ്ങൾ പരിശോധിച്ചോ, ഗലാത്യ സഭയിലെ വിശ്വാസികളായ, വിശ്വാസി എന്ന പേര് വിശ്വസിക്കാത്തവൻ ഉപയോഗിക്കത്തില്ലല്ലോ. നമ്മൾ പറയുമായിരിക്കും അവൻ വിശ്വാസി, പക്ഷെ ദൈവാത്മാവ് അങ്ങനെ എഴുതത്തില്ലല്ലോ. ദൈവാത്മാവ് എഴുതിയത് ക്രിസ്തുയേശുവിൽ വിശുദ്ധീകരിക്കപ്പെട്ടവരും വിശ്വാസികളും വീണ്ടെടുക്കപ്പെട്ടവരുമായ ദൈവമക്കൾക്ക് പിന്നെ 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 അങ്ങോട്ട് സഹോദരന്മാരെ എന്ന് സംബോധന ചെയ്തുകൊണ്ട് നിങ്ങളെ എന്നൊക്കെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത് ദൈവസഭയോടാണ്. അങ്ങനെയെങ്കിൽ അകത്തു വന്ന ദൈവസഭ ഏത് നിലയിൽ നിലനിൽക്കണം എന്നതിനെക്കുറിച്ച് ബൈബിൾ എന്തൊക്കെ പഠിപ്പിക്കുന്നു? വ്യാഖ്യാനങ്ങൾക്ക് ഞാൻ മുതിരുന്നില്ല. പുസ്തകം എന്ത് പറയുന്നു അത് നിങ്ങളെ വായിച്ച് കേൾപ്പിക്കുകയാണ് എൻ്റെ ലക്ഷ്യം. അപ്പോസ്തലപ്രവൃത്തി 13:43 നാം വിശ്വാസത്തിൽ നിലനിൽക്കുന്നു എന്നതിനെക്കുറിച്ച് ബൈബിൾ നമ്മോട് എന്ത് പറയുന്നു? വായിക്കാം. വായിച്ചു. വായിച്ചു. ദൈവകൃപയിൽ നിലനിൽക്കേണ്ടതിന് അവരെ, അപ്പൊ അകത്തു വന്നവൻ ദൈവകൃപയിൽ എങ്ങനെ നമ്മൾ കൃപയിലേക്ക് വന്നതെന്ന് നമ്മൾ ആദ്യം വായിച്ചു. റോമർ 5:2 വായിച്ചു. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നാം വിശ്വാസത്താൽ എൻട്രി ചെയ്തു. ഇപ്പൊ നമ്മൾ എവിടെ നിൽക്കുന്നത്? കൃപയിലാണ് നിൽക്കുന്നത്. ഈ കൃപയിൽ എന്ത് നടക്കണമെന്ന് പറഞ്ഞു? നിൽക്കുക മാത്രമല്ല, നിലനിൽക്കണം. എന്നുവെച്ചാൽ നേരത്തെ നമ്മൾ വായിച്ചു ഉറച്ചു നിൽക്കണമെന്ന്. എന്ന് പറഞ്ഞാൽ വിട്ടേച്ചു പോകാതെ ഇതിൻ്റെ അകത്ത് നിലനിൽക്കണം. വിട്ടേച്ചു പോകാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഈ വാക്യത്തിന് എന്താ പ്രസക്തി? ഞാൻ രക്ഷിക്കപ്പെട്ടു, ഇനി എന്തൊക്കെ തല്ലിക്കൊന്നാലും എനിക്കിത് വിട്ടിട്ട് പോകാൻ പറ്റത്തില്ല, ഞാൻ കർത്താവ് എന്നെ ചങ്ങല കൊണ്ട് ബന്ധിച്ചു, കർത്താവ് എന്നെ പിടിച്ചേക്കുക, കർത്താവ് എന്നെ കൊടുക്കത്തില്ല എന്നൊക്കെ ആണെങ്കിൽ
ഈ വാക്യം എഴുതേണ്ട കാര്യമില്ല, അങ്ങനെ ഒരു ആവശ്യമേ ഇല്ല. എന്നാൽ അവർ പറയുന്നു, നാം ഈ ദൈവകൃപയിൽ നിലനിൽക്കണം എന്ന് പറഞ്ഞവരെ ഉത്സാഹിപ്പിച്ചു. വീണ്ടും ഇണവാക്യങ്ങൾ നമുക്ക് പരിശോധിക്കണം. ഒരു വാക്യം കൊണ്ട് ഉപദേശം സ്ഥാപിക്കാൻ പറ്റില്ല. ഇണവാക്യങ്ങൾ പരിശോധിക്കണം. അപ്പോസ്തലപ്രവൃത്തി 14:22, അടുത്ത വാക്ക് 14:22. നാം വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും, നോക്കൂ, വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും നാം അനേക കഷ്ടങ്ങളിൽ കൂടി ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു എന്നും പ്രബോധിപ്പിച്ച് ആരുടെ മനസ്സുറപ്പിച്ചു? ഈ ശിഷ്യന്മാർ രക്ഷിക്കപ്പെട്ടവരാണോ? അല്ലേ? അവരോട് പറയുകയാണ്, നാം വിശ്വാസത്തിൽ എന്ത് ചെയ്യണം? അയ്യോടാ, അപ്പൊ ശിഷ്യന്മാർക്കും വേണമെങ്കിൽ കൈവിട്ടു പോകാം. പോയവരുണ്ടോ ഇല്ലയോ എന്ന് ഞാൻ തെളിയിക്കാം, അവിടെ നിൽക്കട്ടെ. ആമേൻ. അപ്പോൾ വേണമെങ്കിൽ കൈവിട്ടു പോകാം. അതുകൊണ്ട് പറയുകയാണ്, വിശ്വാസത്തിൽ നിലനിൽക്കണം. ഇത് ആരാ അനുസരിക്കണ്ടേ? അല്ല, ഇത് നമ്മളാണോ ചെയ്യേണ്ടത്, കർത്താവാണോ ചെയ്യേണ്ടത്? ഇത് ആരോടാ പറഞ്ഞേക്കണേ? ശിഷ്യന്മാരോട്. അപ്പോൾ ശിഷ്യന്മാർ പറയാം, അതൊക്കെ കർത്താവ് നോക്കിക്കോളും, അങ്ങനെയാണോ പറഞ്ഞേ? അല്ല, ശിഷ്യന്മാരുടെ മനസ്സ് ഉറപ്പിച്ചു, നാം അനേക കഷ്ടങ്ങളിൽ കൂടി ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു. ഇവിടൊക്കെ വരുമ്പോഴാണ് ഞങ്ങൾ ചില കാര്യങ്ങളെ ശക്തമായി വിമർശിക്കുന്നത്. നാട്ടിലൊക്കെ പലരും പറയും, ആമേൻ, അനുഗ്രഹത്തിൻ്റെ കവിഞ്ഞൊഴുക്ക്, അനുഗ്രഹത്തിൻ്റെ ഒഴുക്കിലൂടെ ഒഴുകി അല്ല ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. നാം അനേക കഷ്ടങ്ങളിൽ കൂടി ദൈവരാജ്യത്തിൽ പ്രവേശിക്കേണ്ടതാകുന്നു എന്നാണ് അപ്പോസ്തലന്മാർ പഠിപ്പിച്ച തിയോളജി. ഇനി ഈ കഷ്ടം എന്ത് കഷ്ടമാണെന്ന് കൂടെ പഠിക്കണം. അയലത്തുകാരൻ്റെ സർവേ കല്ല് പിടിച്ച് ഒടിച്ചിട്ട് അവനുമായിട്ട് അടി ഉണ്ടാക്കുന്ന കഷ്ടമല്ല ഇവിടെ പറയുന്ന കഷ്ടം. ഇവിടെ പറയുന്ന കഷ്ടം എന്താ? യേശു പറഞ്ഞു, എൻ്റെ നിമിത്തം, സുവിശേഷ നിമിത്തം. ഈ രണ്ട് കാര്യത്തിലെ കഷ്ടമാണ് ദൈവവാദികളുടെ ജീവിതത്തിലുള്ളത്. അല്ലാതെ ദരിദ്രനായി തെണ്ടിയായി ജീവിച്ചാലേ സ്വർഗത്തിൽ പോകത്തുള്ളൂ ഞങ്ങളാരും പഠിപ്പിക്കാറൊന്നുമില്ല. ദൈവം തരുന്ന നന്മകളൊക്കെ സ്തോത്രത്തോടെ സ്വീകരിക്കുക. പക്ഷേ ദൈവനാമം നിമിത്തമുള്ള കഷ്ടം, എന്തിക്കോസി പോയോടി എന്ന് ചോദിച്ചാൽ അതേടി എന്ന് പറഞ്ഞ് ആ കഷ്ടം സഹിക്കണം. മനസ്സിലായോ പറഞ്ഞത്? ആമേൻ. യേശുവിനെ ആരാധിക്കാൻ പോയത് കൊണ്ടുള്ള കഷ്ടം, സുവിശേഷം പ്രസംഗിക്കാൻ ഇറങ്ങി നിന്നതുകൊണ്ട് ഏൽക്കുന്ന ഉപദ്രവം, അതെല്ലാം സ്തോത്രത്തോടെ സഹിക്കാൻ ഒരു ദൈവ പൈതൽ ബാധ്യസ്ഥനാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നാം ഇങ്ങനെ അനേക കഷ്ടങ്ങളിൽ കൂടി ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു. നാം വിശ്വാസത്തിൽ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു? നിലനിൽക്കണമെന്ന് പറഞ്ഞു. ഗലാത്യലേഖനം 5:1 ഇണവാക്യങ്ങൾ കണ്ടെത്തുക. ഗലാത്യർ 5:1 വേഗം. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. അപ്പൊ ഇതാരോടാ പറഞ്ഞത്? സ്വതന്ത്രരാക്കപ്പെട്ടവരോട് പറയുകയാണ്. ആകയാൽ അതിൽ അടിമനുഖത്തിൽ പിന്നെയും. അപ്പൊ കുടുങ്ങിപ്പോകാൻ സാധ്യത ഇല്ലെങ്കിൽ പിന്നെ ഈ വാക്യം എന്തിനാ? പ്രൈസ് ദി ലോർഡ്. സാധ്യത ഉണ്ടെന്നുള്ളത് ഇനി അടുത്ത ഇണവാക്യത്തിൽ തെളിയിക്കും. ഇവിടെ ഒന്നും സ്വന്തം വ്യാഖ്യാനം ഇല്ല. എഴുതിയിരിക്കുന്നത് മാത്രം വായിച്ച് കേൾപ്പിക്കുക, അതിനേ സമയമുള്ളൂ, വ്യാഖ്യാനിക്കാനൊന്നും സമയമില്ല. അപ്പോൾ കുടുങ്ങി പോകരുത് എന്ന് വളരെ കർശനമായി പറയുകയാണ്. ഫിലിപ്പിയ ലേഖനം 4:1. അതുകൊണ്ട് എൻ്റെ പ്രിയരും വാഞ്ചിതരുമായ സഹോദരന്മാരെ, അവർ രക്ഷിക്കപ്പെട്ടവരല്ലേ, എൻ്റെ സന്തോഷവും കിരീടവുമായുള്ളവരെ, സഹോദരന്മാരെ കുറിച്ചായി പറയണേ പൗലോസേ, ഇങ്ങനെ കർത്താവിൽ ആര് നിൽക്കണം? നമ്മൾ നിൽക്കുമോ? കർത്താവ് നിൽക്കുമോ? നമ്മൾ നിൽക്കണം. കർത്താവിന് ഇളക്കമൊന്നുമില്ല, എങ്ങോട്ടും ചാടി പോകത്തുമില്ല. ഇളക്കം വരാൻ സാധ്യതയുള്ളത് നമുക്കാ. അതുകൊണ്ട് നമ്മളോട് പറയുകയാണ്, കർത്താവിൽ നിലനിൽപ്പിനെന്ന് പറയുകയാണ്. കൊലോസ്യ ലേഖനം 1:23. കൊലോസ്യർ 1:23 വായിച്ചേ, ശ്രദ്ധിച്ചോണേ. 1:23. ശ്രദ്ധിച്ചേ. കൊലോസ്യർ 1:23 ഒന്ന് ഡിസ്പ്ലേ ചെയ്യണേ മോനെ. നോക്ക്, ഇവിടെ നോക്ക്, ഞാൻ പറയാം. ആമേൻ. പൗലോസ് എന്ന് ഞാൻ ശുശ്രൂഷകനായി തീർന്നു. ശ്രദ്ധിച്ചേ, അടുത്ത വാക്ക്. നിങ്ങൾ കേട്ടുമിരിക്കുന്ന സുവിശേഷത്തിൻ്റെ പ്രത്യാശയിൽ നിന്ന് നിങ്ങൾ ഇളകാതെ. അപ്പം നമ്മൾ കേട്ടിരിക്കുന്ന സുവിശേഷത്തിൻ്റെ പ്രത്യാശ അതെന്നാ സാധനം? അത് ക്രിസ്തു, മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ അല്ലേ? അപ്പോൾ നമ്മുടെ പ്രത്യാശ എന്താ? ക്രിസ്തു. ആ ക്രിസ്തു
എന്ന സുവിശേഷം എന്ന പ്രത്യാശം അകത്തുള്ള നിങ്ങൾ, ഒന്ന്, ഇളകാതെ; രണ്ട്, അടിസ്ഥാനപ്പെട്ടവരും; മൂന്ന്, സ്ഥിരതയുള്ളവരുമായി; നാല്, വിശ്വാസത്തിൽ നിന്ന് കൊണ്ടാൽ അവൻ്റെ മുമ്പിൽ നിൽക്കാം. നിന്നില്ലല്ലോ, അത് നിങ്ങൾ തീരുമാനിച്ചാൽ മതി. പൗലോസ് ഇവിടെ ഒരു കാര്യം പറഞ്ഞു: നിങ്ങൾ ഇളക്കം തട്ടാതെ അടിസ്ഥാനപ്പെട്ടവരായി. ഈ അടിസ്ഥാനമൊക്കെ എന്താണെന്നൊക്കെ വിവരിക്കേണ്ടതാ. ഇവിടെ പറയുന്ന അടിസ്ഥാനം വീട് പണിയുന്ന വാറക്കല്ലല്ല, ദൈവവചനത്തിൻ്റെ ഫൗണ്ടേഷൻ, വചനത്തിൻ്റെ ഉപദേശത്തിൻ്റെ അടിസ്ഥാനം. അതിൽ നിന്ന് ഇളകാതെ സ്ഥിരതയുള്ളവരായി. എവിടെ നിൽക്കണം? ആര് നിൽക്കണം? നമ്മൾ നിൽക്കണോ? കർത്താവ് നിന്നോളോ? കർത്താവ് എന്നെ വിളിച്ചു, ഇനി എല്ലാം കർത്താവ് നോക്കിക്കോളും. എന്നാ പിന്നെ ഇതെന്തിനാണ് നമ്മളോട് പറഞ്ഞേ? നമ്മളോട് പറയുകയാണ്, മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു അകത്തുള്ളവനോട് പറയുകയാണ്, നിങ്ങളൊന്ന് ഇളകരുത്. ഇളകാൻ സാധ്യതയുള്ള വാർത്തകൾ ചുറ്റുപാട് കേൾക്കും, ഇളകാൻ സാധ്യതയുള്ള കാഴ്ചകൾ ചുറ്റുപാട് കാണും, വീണുപോകാൻ സാധ്യതയുള്ള മേഖലകൾ നിങ്ങൾക്ക് ചുറ്റിലും ഉണ്ടാകും. കാരണം അവൻ അലറുന്ന സിംഹം പോലെ ചുറ്റും കറങ്ങി നടക്കുന്നവനാണ്. അതുണ്ടാകും. എന്നാൽ നിങ്ങൾ എന്ത് ചെയ്യരുത്? ഇളകരുത്. അടിസ്ഥാനപ്പെട്ടവരും സ്ഥിരതയുള്ളവരുമായി വിശ്വാസത്തിൽ നിന്ന് കൊണ്ടാൽ, അതൊരു ഡിമാൻഡല്ലേ? നിന്ന് കൊണ്ടാൽ അവൻ്റെ മുമ്പിൽ നിൽക്കാം. അവൻ്റെ മുമ്പിൽ നിൽക്കണം ആഗ്രഹമുണ്ടെങ്കിൽ ഇവിടെ ഇളകാതെ നിൽക്കണം. പ്രൈസ് ദി ലോർഡ്. വളരെ കൃത്യമായി അകത്ത് വന്നവനോട് പറയുകയാണ്, നാം വിശ്വാസത്തിൽ നിലനിൽക്കണം. കൊലോസ്യർ 2:6-7 കൂടെ ഒന്ന് വായിച്ചേ. 2:6-7. നടക്കുവിൻ. ഇരിക്കുവിൻ. മതി. തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് ആരും കണ്ടോ? ആരും നിങ്ങളെ, ആരായി നിങ്ങൾ? രക്ഷിക്കപ്പെടാത്ത ഒരു പുള്ളിയുണ്ട്. ആ പുള്ളിയെ വിശ്വാസത്തിൽ നിന്ന് തള്ളിപ്പോകാതിരിക്കാൻ സൂക്ഷിക്കണമെന്നാണോ ഈ പറഞ്ഞത്? ആ പുള്ളി വിശ്വസിച്ചിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെ പോണേ? അകത്തു വന്ന പുള്ളിയോട് പറയുകയാണ്, നിങ്ങളെ ആരും കവർന്ന് കളയാതിരും. എന്നെ ആരും കവർന്ന് കളയൂല, ഞാൻ കർത്താവിൻ്റെ കയ്യിലായിരിക്കുന്നത്. കർത്താവിൻ്റെ കയ്യിലാണ്, പിന്നെ എന്തിനാ ഈ എഴുതി വെച്ചേക്കണേ? ഈ ഇടയ്ക്ക് ഒരു സഹോദരൻ എന്നോട് പറഞ്ഞു, നമ്മളെ സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്നല്ലേ കർത്താവ് പറഞ്ഞേക്കുന്നതെന്ന്. എന്തൊക്കെയാ ഇപ്പം? അത് അക്ഷരീകമായിട്ട് അങ്ങ് പഠിക്കുകയാണോ? രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട നമ്മളെ സ്വർഗത്തിൽ അക്ഷരീകമായി ഇരുത്തിയിരിക്കുകയാണോ? അങ്ങനെയാണെങ്കിൽ സ്തെഫാനോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തിലേക്ക് നോക്കിയപ്പോൾ സ്വർഗം തുറന്നിരിക്കുന്നതും ദൈവത്തിൻ്റെ മഹത്വവും വലത്തുഭാഗത്ത് ക്രിസ്തുവിനെയും പിന്നെ കുറച്ച് പാസ്റ്റർമാരെയും കണ്ടെന്നാണോ? ആണോ? പ്രൈസ് ദി ലോർഡ്. സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ ഇരിക്കുക, നാം കർത്താവിനോട് കൂടെ ഇരിക്കുക ആത്മീയമായി. പ്രൈസ് ദി ലോർഡ്. അക്ഷരീകമായി ഇരുത്തിയിട്ടുണ്ടെങ്കിൽ സ്വർഗത്തിലിരുന്നാണോ ഈ വെളച്ചിൽ മുഴുവൻ കാണിക്കണേ? ആണോ? എന്തായി പറയണേ? പ്രൈസ് ദി ലോർഡ്. നമ്മൾ ചിന്തിക്കുക. ആമേൻ. അതുകൊണ്ട് നാം വിശ്വാസത്തിൽ നിലനിൽക്കണം. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്? തെറ്റിപ്പോകാൻ സാധ്യതയുള്ളത് കൊണ്ട്. സാധ്യതയുണ്ടെന്ന് പാസ്റ്ററോട് ആരാ പറഞ്ഞേ? വായിക്കാം. എഫേസ്യർ ലേഖനം 4:14. എഫേസ്യർ 4:14. സാധ്യതയുണ്ടോ? ആരായി ക്രിസ്തു എന്ന തലയോളം വളരേണ്ടത്? വിശ്വാസിയോ അവിശ്വാസിയോ? അകത്തു വന്നവൻ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിച്ച് ക്രിസ്തു എന്ന തലയോളം വചനത്തിൽ വളരണം. അങ്ങനെ വളരാൻ നിനക്ക് കഴിഞ്ഞില്ലെങ്കിൽ ആദ്യം വായിച്ചെന്താ? 14 വാക്യം. മനുഷ്യരുടെ ചതി, ഉപായം, തെറ്റിച്ച് കളയുന്ന തന്ത്രം, ഈ മൂന്നിലും നീ കുടുങ്ങിപ്പോകാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് പോകരുതെന്ന് പറഞ്ഞത്. അല്ലേ? നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളോട് ഒരു കാര്യം അത് ചെയ്യരുത് എന്ന് പറയാൻ കാരണം എന്താ? ചെയ്യാൻ സാധ്യത ഉള്ളത് കൊണ്ടാ. എൻ്റെ കുഞ്ഞ് അത് ചെയ്യത്തില്ലെങ്കിൽ അവനോട് പറയേണ്ട കാര്യമുണ്ടോ? ഇല്ല. അത് ചെയ്യാൻ സാധ്യതയുള്ളത് കൊണ്ടാ. കൃത്യമായിട്ട് തെറ്റിപ്പോകാൻ സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചാലുണ്ട്. 2 പത്രോസ് 3:17 വായിച്ചേ. 2 പത്രോസ് 3:17. 2 പത്രോസ് 3:17 വേഗത്തിൽ വായിച്ചാട്ടെ. 2 പത്രോസ്. എന്നാൽ പ്രിയമുള്ളവരെ,
സ്വന്തം സ്ഥിരത വിട്ട്, ഇവിടെ ശ്രദ്ധിച്ചേ, അധർമ്മികളായ ആളുകളുണ്ട് നമുക്ക് ചുറ്റും. അവരുടെ വഞ്ചനയിൽ കുടുങ്ങി സ്വന്തം സ്ഥിരത വിട്ട് വീണു പോകാതിരിപ്പാൻ ആര് സൂക്ഷിക്കണം? നമ്മൾ സൂക്ഷിക്കോ അതോ കർത്താവ് സൂക്ഷിക്കോ? നമ്മൾ സൂക്ഷിച്ചോളാനാണ് ഇവിടെ പറഞ്ഞേ. നമ്മൾ ഇതിനകത്ത് സൂക്ഷിച്ച് നിന്നാൽ കർത്താവ് സൂക്ഷിച്ചോളും. പക്ഷെ ഇവിടെ ആരോ വീണു പോകാതിരിക്കേണ്ട ആരാ? നമ്മൾ സൂക്ഷിച്ചോണമെന്ന്. സ്ഥിരത വിട്ട്, ആ വാക്ക് ശ്രദ്ധിക്കണം. നമ്മൾ നേരത്തെ വായിച്ച വാക്യം എന്തായിരുന്നു? ആരും സ്ഥിരത വിട്ട്, അല്ലേ? അത് തന്നെ ഇവിടെ പറയണേ, സ്ഥിരത വിട്ട് വീണ് പോകാതിരിപ്പാൻ. അപ്പോൾ പോകാൻ സാധ്യതയുണ്ടോ? സാധ്യത ഉള്ളത് കൊണ്ടാണ് ഇത് എഴുതിയത്. അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് പൊട്ടനായിട്ടല്ല ഇങ്ങനെ എഴുതി വെപ്പിച്ചത്. ആമേൻ. അതുകൊണ്ട് സ്ഥിരത വിട്ട് വീണു പോകാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുവീൻ. ആമേൻ. 2 കൊരിന്തി 11:2. ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ അരിവോടെ എരിയുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷനും നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. റൈറ്റ്. ഇവിടെ അഡ്രസ് ചെയ്യുന്ന നിങ്ങൾ കണ്ടല്ലോ, നിങ്ങൾ. ഈ നിങ്ങൾ ആരാ? എൻഗേജ്മെന്റ് കഴിഞ്ഞ മണവാട്ടിയെക്കുറിച്ചാണ് പറയുന്നത്, അല്ലേ? അല്ലേ? റൈറ്റ്. എൻഗേജ്മെന്റ് കഴിഞ്ഞ, നിശ്ചയം കഴിഞ്ഞ മണവാട്ടി, സഭയെക്കുറിച്ചാണ്, അല്ലേ? സഭയ്ക്കകത്ത് അവിശ്വാസി ഇരിപ്പുണ്ട്. പക്ഷേ ഈ എഴുത്ത് പറയുന്നത് ആരെക്കുറിച്ചാ? എൻഗേജ്മെന്റ് കഴിഞ്ഞവനെ കുറിച്ച്. റൈറ്റ്. ക്രിസ്തു എന്ന ഏക പുരുഷനും നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കും. ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ എരിവോടെ എരിയുന്നു. എന്താ ഈ പൗലോസിൻ്റെ എരിയുടെ കാരണം? നിങ്ങൾ ഈ അടുത്ത സമയത്തായിട്ടിടുന്ന സ്വോത്ര കാഴ്ച തീരെ മോശം. അതാണോ പുള്ളിയുടെ എരിവ്? അതല്ല പുള്ളിയുടെ എരിവ്. ആമേൻ. നിർമ്മല കന്യകയായി കാഹളനാദത്തിങ്കൽ കുഞ്ഞാട് വെളിപ്പെടുമ്പോൾ നിങ്ങളെ നിർമ്മല കന്യകയായി അങ്ങോട്ടൊന്ന് ഏൽപ്പിച്ചു കൊടുക്കണം. അതാ എൻ്റെ ആഗ്രഹം, അതാ എൻ്റെ എരിവ്. ഒരു ഇടയൻ്റെ എരിവതാ. ആമേൻ. 5 പേരെ ഉള്ളോ, 10 പേരെ ഉള്ളോ? കാഹളനാദം മുടങ്ങുമ്പോൾ ആമേൻ കറയും ചുളുക്കവും വാട്ടവും മാലിന്യമൊന്നും ഇല്ലാതെ അവരെ ഒന്ന് നിർമ്മല കന്യകയായിട്ട് ആ കർത്താവിൻ്റെ കയ്യിലോട്ടൊന്ന് ഏൽപ്പിക്കുമ്പോഴേ ഇടയൻ്റെ ഉത്തരവാദിത്വം തീരുന്നുള്ളൂ. ആമേൻ. അതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ എരിവ് ആർക്കും ഇല്ലല്ലോ. ഇപ്പോഴത്തെ എരിവ് മൊത്തം സഞ്ചിയുടെ തൂക്കമാണ്. ആമേൻ. നാട്ടിലൊക്കെ അങ്ങനെയാ കേട്ടോ. ആമേൻ. എന്നാ ശ്രദ്ധിച്ചേ. ആമേൻ. നിങ്ങളെ ക്രിസ്തു എന്ന ഏക പുരുഷന് നിർമ്മല കന്യകയായി വിവാഹ നിശ്ചയം ചെയ്തിരിക്കും. അതിനിപ്പോൾ എന്താ പൗലോസേ പ്രശ്നം? ഞങ്ങൾ റെഡിയാണല്ലോ, ഞങ്ങൾ എൻഗേജ്മെന്റ് കഴിഞ്ഞല്ലോ, പിന്നെ എന്തിനാ ഈ ടെൻഷൻ? അടുത്ത വാക്ക്. എന്നാൽ സർപ്പം ഹവ്വയെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ്, ആരാ നിങ്ങൾ? എൻഗേജ്മെന്റ് കഴിഞ്ഞ മണവാട്ടിയെ തെറ്റിച്ച് കളയുമോന്ന ഭയം. അസ്ഥാനത്തല്ലേ പൗലോസിന്റെ ഈ ഭയം? ഇത്ര പഠനമില്ലാത്ത ആളാണോ പൗലോസെ താങ്കൾ? എൻഗേജ്മെന്റ് കഴിഞ്ഞ് കർത്താവിൻ്റെ ഉള്ളം കൈ വെച്ചിരിക്കുന്ന മണവാട്ടിയെ തെറ്റിച്ച് കളയൊന്ന് ഭയപ്പെടുന്ന പൗലോസിന് തിയോളജി ഇല്ലാഞ്ഞിട്ടാണോ? പഠനമില്ലാഞ്ഞിട്ടാണോ? ആത്മാവില്ലാഞ്ഞിട്ടാണോ? അല്ല. അദ്ദേഹം പറയുക, സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ എൻഗേജ്മെന്റ് കഴിഞ്ഞ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. പ്രൈസ് ദി ലോർഡ്. പൗലോസിന്റെ ഭയത്തിന്റെ കാരണം കൂടെ അദ്ദേഹം വ്യക്തമാക്കി. ഇനി ആർക്കും സംശയമൊന്നും വരാതിരിക്കാൻ. അടുത്ത വാക്ക്. ആ ആ ആ പൊറുക്കുന്നത് ആശ്ചര്യം. കണ്ടോ? അപ്പൊ തെറ്റിപ്പോകാൻ എവിടെയാ സാധ്യത? തെറ്റിച്ച് കളയാൻ എവിടെയാ സാധ്യത? ഒരുത്തൻ വേറൊരു ഉപദേശം കൊണ്ടുവരുമ്പോൾ, വേറൊരു ആത്മാവിൽ എന്തൊക്കെയോ വിളിച്ചു പറയുമ്പോൾ, വേറൊരു സുവിശേഷം പറഞ്ഞുകൊണ്ട് വരുമ്പോൾ നിങ്ങൾ അതിനെ എതിർക്കേണ്ടതിന് പകരം നിങ്ങൾ കൈയടിച്ച് പൊറുക്കുന്നത് എന്നിൽ ഭയമുളവാക്കുന്നു. ശരിയല്ലേ? ശരിയല്ലേ? ഒരുത്തൻ വന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ പ്രസംഗിക്കൂ. ഇവിടെ പ്രസംഗിക്കപ്പെടുന്നു ഇല്ലേ? കഷണ്ടിയിൽ മുടി കിളിർപ്പിക്കുന്ന യേശു, പല്ലിൻ്റെ പോടടയ്ക്കുന്ന യേശു, അല്ലേ? ഇവിടെ പ്രസംഗിക്കപ്പെടുന്നില്ലേ? ഇവിടെ പ്രസംഗിക്കപ്പെടുന്നു. യേശുവിൻ്റെ ജോലി പല്ലിൻ്റെ പോടടയ്ക്കുക. എത്ര ദയനീയമാണ്! അത് യേശു ചെയ്യത്തില്ലെന്നുള്ള വാദമൊന്നും നമുക്കില്ല. പക്ഷെ അങ്ങനെ യേശുവിനെ വെറും ഒരു 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 കുട്ടി കച്ചവടക്കാരനായി അവതരിപ്പിക്കുകയാണ്. അങ്ങനെ അവതരിപ്പിക്കുക. എത്ര ബാലിശം സമൂഹത്തിന് മുമ്പിൽ. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കാണുകയാണ്. ഒരാൾ വന്ന് ഒരു പാർസെടുത്ത് വന്നിട്ട് പറയാണ്, ഞാൻ ടോയ്ലറ്റിൽ പോകുമ്പോൾ, ഞാൻ യൂറിൻ പാസ് ചെയ്യുമ്പോൾ പതയുണ്ട്.
ഉടനെ ഏതായാലും പ്രാർത്ഥിച്ചിട്ട് പറയാണ്, പോയി പാസ് ചെയ്തിട്ട് വാ. എന്നിട്ട് ആ പെണ്ണ് പോയിട്ട് തിരിച്ചു വന്നിട്ട് പറയുകയാണ്, ഇപ്പൊ പതയില്ല. കരങ്ങളടിച്ച് ദൈവത്തെ സ്തുതിക്കാൻ. എന്തിന്? പതയില്ലാത്തതിന്. ഇതൊക്കെ കാണുകയാ, ആള് കൂടുകയാ. പതയുള്ളവരൊക്കെ കൂടട്ടെ. പക്ഷെ ഒരു കാര്യം, അത് വേറൊരു യേശുവാണ്, വേറൊരു യേശുവാണ്. അത്തരത്തിലുള്ള ഒത്തിരി യേശു ഇവിടെ പ്രസംഗിക്കപ്പെടുന്നുണ്ട്. പക്ഷേ കൃപയിൽ വന്നെന്ന് പറഞ്ഞ നീ അല്പകാലം ഇതിനകത്തിരുന്നേച്ച് പയ്യെ 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 നീ വേറെ യേശുവിൻ്റെ പിന്നാലെ പോകുന്നത് കാണുമ്പോൾ പരിശുദ്ധാത്മാവ് അകത്തുള്ള അഭിഷിക്തന്മാർ ഭയപ്പെടുന്നു. അവർ ഭയപ്പെടുന്നു, അവർ എരിയുന്നു. എൻ്റെ കർത്താവേ, ഇത് തെറ്റിപ്പോകുന്നല്ലോ. രക്ഷിക്കപ്പെട്ടതാ, സ്നാനപ്പെട്ടതാ, ഈ എൻഗേജ്മെന്റ് കഴിഞ്ഞതാ, തെറ്റിപ്പോകുന്നല്ലോ. പൗലോസിന്റെ ഭയം വേറൊരു യേശു, വേറൊരു ആത്മാവ്. എത്രയോ വ്യക്തമാ. ഓരോ വർഷാവസാനം ആകുമ്പോൾ പറയും അടുത്ത വർഷം തളിർക്കുന്ന വർഷമാണ്. കൊറോണ വന്ന് പൂട്ടി അകത്തായി. വേറൊരാത്മാവ് അല്ലേ, തളിർക്കുക, ഫർണിഷിങ് എന്നൊക്കെയാണ് പറഞ്ഞ്. ഞാൻ പേര് പറച്ചിലൊക്കെ നിർത്തി, നിങ്ങൾ പേടിക്കണ്ട, ഞാൻ ആരുടെയും പേര് പറയില്ല. ഹല്ലേലൂയ. പറഞ്ഞിടത്തോളം മതി, അനുഭവിച്ചിടത്തോളം മതി. അതുകൊണ്ട് ശ്രദ്ധിച്ചേ, നമ്മൾ കണ്ണു തുറക്കുക. നമ്മൾ ചിന്തിക്കുക, ഞങ്ങളുടെ സഭയ്ക്കകത്ത് ഭയങ്കര കാഠിന്യമാണ്, അത് ചെയ്യല്ല, ഇത് ചെയ്യല്ല, അങ്ങോട്ട് പോകല. ഞങ്ങളുടെ പാസ്റ്റർ ഭയങ്കര നിർബന്ധ. കുഞ്ഞെ, നീ നഷ്ടപ്പെട്ടു പോകാതിരിക്കാനാ. അഴിച്ചു വിടാം, കെട്ടഴിച്ചു വിടാം. നീ തെറ്റിപ്പോകും, നീ കൈവിട്ടു പോകും. അതുകൊണ്ടാണ് പിടിച്ചു വെക്കുന്നത്. ആമേൻ. വേറൊരു സുവിശേഷമെങ്കിലും ലഭിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ എതിർക്കേണ്ടതിന് പകരം നിങ്ങൾ കൈയടിച്ച് ഹല്ലേലൂയ പറയും. നിങ്ങൾ പൊറുക്കുന്നത് എനിക്ക് ആശ്ചര്യമായിരിക്കുന്നു എന്ന് അപ്പോസ്തലനായ പൗലോസ് പറയാ. തെറ്റിപ്പോകാൻ സാധ്യത ഉള്ളത് കൊണ്ടല്ലേ? വേണ്ട. എബ്രായ ലേഖനം 12:15 വേഗത്തിൽ വായിച്ച്. എബ്രായർ 12:15 വേഗം. കിടക്കണം. ആ ആ ആ ആ ആ അങ്ങനൊക്കെ ആവുമോ? അങ്ങനൊക്കെ ആവാൻ സാധ്യതയുണ്ടോ? ആമേൻ. 15-ാം വാക്യം എന്താ പറഞ്ഞത്? അപ്പൊ ദൈവകൃപ വിട്ട് പിന്മാറാൻ പറ്റുമോ? പറ്റത്തില്ല. പിന്നെ എന്തിനാ ഈ വാക്യം? ചുമ്മാ ഇതൊന്നും നടക്കുന്ന കാര്യമല്ലെന്ന് ഈ പരിശുദ്ധാത്മാവ് ചുമ്മാ എഴുതി വെച്ചേക്കുന്നത്. ദൈവകൃപ വന്നവർക്കാർക്കും, യഥാർത്ഥമായി വന്നവർക്കാർക്കും അത് വിട്ടുപോകാൻ പറ്റത്തില്ല. പിന്നെ എന്തിനാ ഈ പറഞ്ഞേ? പ്രൈസ് ദി ലോർഡ്. ആ വാണിംഗ്, ആരും ദൈവകൃപ വിട്ട് പിന്മാറുകയും വല്ല കയ്പുള്ള വേരും മുളച്ച് കലക്കമുണ്ടാക്കി അനേകർ അതിനാൽ മലിനപ്പെടുകയും. കാരണം എന്താ? എൻഗേജ്മെന്റ് കഴിഞ്ഞ മണവാട്ടി മലിനപ്പെടാത്ത മണവാട്ടിയായിരിക്കണം. മലിനപ്പെടുത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കൃപ വിട്ട് പിന്മാറല്ലേ കുഞ്ഞെ, കൃപ വിട്ട് പിന്മാറല്ലേ. മുന്നറിയിപ്പ് തരികയാണ്. വേണ്ട. ഇതെല്ലാം എഴുതി വെച്ച പൗലോസിനോട് ചോദിക്കാം. പൗലോസെ, പിന്മാറിപ്പോകാൻ വിചാരിച്ചാൽ നടക്കുമോ? അങ്ങനെ പറ്റുമോ? പൗലോസ് ഒന്ന് പറ. ഇവിടെ ഒത്തിരി പേർക്ക് അങ്ങനെ ഒരു ചിന്തയുണ്ട്. അതുകൊണ്ട് പൗലോസ് ഒന്ന് പറ, പറ്റുമോ ഇല്ലയോ എന്ന്. റോമാലേഖനം 9:3 റോമർ 9:3 വായിച്ചേ. ആ വേർപെട്ട് വേണമെങ്കിൽ എൻ്റെ കുടുംബത്തിൽ 4 കന്യാസ്ത്രീകളുണ്ട്, 4 അച്ഛന്മാരുണ്ട്. അവർക്കൊക്കെ ഇത് ഞാൻ ഇറങ്ങിയത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അവർക്കൊക്കെ വേണ്ടി വേണമെങ്കിൽ ഈ അറിഞ്ഞ സത്യവും ക്രിസ്തുവിനെയൊക്കെ വിട്ടിട്ട് എനിക്ക് വേണമെങ്കിൽ എന്താകാമായിരുന്നു? ശാപഗ്രസ്തനാകാമായിരുന്നു. പക്ഷെ പുള്ളി പോയില്ല. പക്ഷെ പോകാമായിരുന്നു. ചാൻസ് ഉണ്ടോ? ചാൻസ് ഉണ്ട്. പൗലോസ് തന്നെ പറഞ്ഞ, തനിക്ക് തന്നെ വേണമെങ്കിൽ എന്ത് ചെയ്യാമായിരുന്നു? വിട്ടുപോകാമായിരുന്നു. രക്ഷയെക്കുറിച്ച് നല്ല ബോധ്യമുള്ള ആളാണ് ഞാൻ. രക്ഷ എന്താണെന്ന് കൃത്യമായ പഠനം വചനത്തിൽ നിന്ന് കിട്ടിയ ആളാണ് ഞാൻ. എനിക്ക് നല്ല ബോധ്യമുണ്ട്. എന്നാൽ ഞാൻ പറയാം, എൻ്റെ കുടുംബത്തിലുള്ള കുറേ ആളുകൾ എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ കഴുത്തെ കത്തി വെച്ചിട്ട്, എൻ്റെ ഉമ്മയുടെ കഴുത്തെ കത്തി വെച്ച്, എൻ്റെ ഭാര്യയുടെ കഴുത്തെ കത്തി വെച്ചിട്ട് ഇവരെ കഴുത്ത് ഇപ്പോൾ അറക്കും, ഇല്ലെങ്കിൽ ഈ ക്രിസ്തുവിനെ വിട്ടേച്ച് വേഗം പള്ളി വന്ന് മാപ്പ് പറയാൻ പറഞ്ഞാൽ, വേണമെങ്കിൽ രക്ഷ അറിയുന്ന, നിത്യതയെക്കുറിച്ച് അറിയുന്ന, വചനപഠനമുള്ള എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങളുടെ കഴുത്തെ കത്തിയിരിക്കുമ്പോൾ വേണമെങ്കിൽ എനിക്ക് പോയി പറയാം. ചാൻസ് ഉണ്ട്. പക്ഷേ എൻ്റെ തീരുമാനം എന്താ? ആമേൻ. ഇനി എത്ര പേരെ കൊന്നു കളഞ്ഞാലും
ഞാൻ അറിഞ്ഞ സത്യം വിട്ട് ഒരു ചുവട് പുറകോട്ട് ഞാൻ പോകത്തില്ല എന്നൊരു ദൈവപൈതൽ എടുക്കുന്ന തീരുമാനമാണ് കൃപയിൽ നിലനിൽക്കുക എന്ന് പറയുന്നത്. ആ തീരുമാനം നിങ്ങൾക്ക് കാണണോ? വടക്കേ ഇന്ത്യയുടെ പ്രദേശത്തേക്ക് ചെല്ല്. വടക്കേ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന അഭിഷിക്തന്മാരെ ഞാൻ സല്യൂട്ട് ചെയ്യും. എന്തുകൊണ്ടെന്നറിയാമോ? നിറവയറോടെ നിൽക്കുന്ന ഗർഭിണികളായ അമ്മമാരുടെ പള്ളക്ക് കൊണ്ട് കത്തി വെച്ചേച്ച് ഉദരത്തിൽ കിടക്കുന്ന കുഞ്ഞിനെ വേണമെങ്കിൽ യേശുവിനെ തള്ളിപ്പറഞ്ഞ് അവർ പറയുന്ന സിന്ദാബ വിളിച്ച് പോകാൻ പറയുമ്പോൾ ആമേൻ, നമ്മളെപ്പോലെ ഡിഗ്രിയും നമ്മളെപ്പോലെയുള്ള വെള്ളവസ്ത്രം ധരിച്ച് വലിയ ഭക്തിയുടെ പ്രകടനമൊന്നും ഇല്ലാത്ത ആ വില്ലേജിൽ ഒരു അമ്മ പറയും, കർത്താവിനെ തള്ളിപ്പറഞ്ഞിട്ട് എനിക്ക് കുഞ്ഞും വേണ്ട ജീവിതവും വേണ്ടെന്ന് പറഞ്ഞ് പച്ചയ്ക്ക് കത്തി കുത്തി ഇറക്കിയിട്ടും അവർ യേശുവിനെ തള്ളിപ്പറയുന്നില്ല. എത്ര എണ്ണം പച്ചയ്ക്ക് തീ കൊളുത്തുന്നു, അവർ തള്ളിപ്പറയില്ല. സാധ്യതയുണ്ടോ? സാധ്യതയുണ്ട്. ഹല്ലേലൂയ. ഒന്ന്, നിലനിൽക്കണം എന്ന് നമ്മൾ പറഞ്ഞു. രണ്ട്, തെറ്റിപ്പോകാൻ സാധ്യത ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിച്ചു. മൂന്ന്, ഒരു കാര്യം കൂടെ, തെറ്റിപ്പോയവർ ആരെങ്കിലും ഉണ്ടോ? അതും കൂടെ പറഞ്ഞ് ഞാൻ തൽക്കാലം നിർത്താം, നിവൃത്തിയില്ലാത്തത് കൊണ്ട് അവിടെ നിർത്താം. തെറ്റിപ്പോയവർ. 1 തിമോത്തിയോസ് 6:20 വായിച്ചു. 1 തിമോത്തിയോസ് 6:20. വൃഥാലാപങ്ങളെ തർക്കസൂത്രങ്ങളെ ഒഴിഞ്ഞു നിൽക്കുക. അടുത്തത് എന്ത് വിട്ട്? വിശ്വാസം വിട്ടു പോകണമെങ്കിൽ അവൻ അവിശ്വാസിയോ വിശ്വാസിയോ? വിശ്വാസം വിട്ടു പോകണമെങ്കിൽ വിശ്വസിച്ചവനല്ലേ പറ്റൂ. വിശ്വസിക്കാത്തവൻ എങ്ങനെ വിശ്വാസം വിട്ടു പോണേ? അപ്പൊ ചില തർക്കങ്ങളും ജ്ഞാനങ്ങളും കൊണ്ട് ചില ആളുകൾ വന്നപ്പോൾ ആ ജ്ഞാനം വിശ്വാസിയായിരുന്ന ചിലർ അകത്തോട്ട് കയറ്റിയിട്ട് വിശ്വാസം വിട്ട് എന്ത് ചെയ്തു? തെറ്റിപ്പോയി. പ്രൈസ് ദി ലോർഡ്. ഇനി 1 തിമോത്തിയോസ് 6:10. എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് പണം ഉണ്ടാക്കിയാൽ മതി എന്ന് പറയുന്ന ചിന്ത അകത്തോട്ട് കയറിയപ്പോൾ ചിലരെന്ത് വിട്ടുപോയി? വിശ്വാസം ഇല്ലാത്തവരാണോ വിശ്വാസം വിട്ടേ? വിശ്വാസം വിട്ടു. വിട്ടുപോയവരുണ്ട്. ഉണ്ട്. 2 തിമോത്തിയോസ് 4:10. കണ്ടോ? ലോകത്തെ സ്നേഹിച്ച് കൂടെ നിന്ന ഒരുത്തൻ എന്ത് ചെയ്തു? വിട്ടുപോയി. ശ്രദ്ധിച്ചേ, ആരായിരുന്നു ലോകത്തെ സ്നേഹിച്ചു പോയ ഈ പുള്ളി? ഫിലമോൻ 1:4 വായിക്കും. ഫിലമോൻ 1:4, 1:24, 1:24. ഫിലിപ്പിയരല്ല മോനെ, ഫിലമോൻ. അപ്പൊ പൗലോസിന്റെ കൂട്ടുവേലക്കാരുടെ കാറ്റഗറിയിൽപ്പെട്ട ആളായിരുന്നു ആര്? ദേമാസ്. അപ്പൊ വിശ്വാസിയാണോ അവിശ്വാസിയാണോ? കൂട്ടുവേലക്കാരൻ ലോകത്തെ സ്നേഹിച്ചു കർത്താവിനേക്കാൾ കൂടുതൽ. ലോകത്തെ സ്നേഹിച്ചിട്ട് എന്ത് ചെയ്തു? വിട്ടുപോയി. ആമേൻ. 2 തിമോത്തിയോസ് 2:18. എന്തിനാ തെറ്റിയത്? അപ്പൊ അവരെന്തിലായിരുന്നു? അവര് സത്യം വിട്ട് തെറ്റി. അടുത്തത്, ഇവര് സത്യത്തിൽ നിന്നപ്പോൾ അവരുടെ വിശ്വാസം എന്തായിരുന്നു? പുനരുത്ഥാനം ഉണ്ട്, കർത്താവിന്റെ കാഹളം ധ്വനിക്കും, പുനരുത്ഥാനം ഉണ്ടാകും, സഭ എടുക്കപ്പെടും എന്നൊക്കെ വിശ്വസിച്ച് നിന്നു. എന്നാൽ ചില ആളുകൾ ഇങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു പുനരുത്ഥാനമൊക്കെ കഴിഞ്ഞെന്ന് പറഞ്ഞു. ഇവർ അവരുടെ കൂടെ കൂടിയിട്ട് ഉപദേശത്തിൽ നിന്ന് തെറ്റിപ്പോയി. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ അങ്ങനല്ലേ? വിശ്വാസത്തിന് വേണ്ടി കീജൈ വിളിച്ച് നിന്ന ആളുകൾ ഇപ്പം മീഡിയ കയറിയിരുന്ന് എന്താ പറയുന്നത്? സഭ മഹോപദ്രവത്തിലൂടെ പോവും, സഭ അങ്ങനെയാവും, സഭ ഇങ്ങനെയാവും. പഠിച്ചു വട്ടായിപ്പോയി. അതുകൊണ്ട് ഉപദേശത്തിൽ തെറ്റാൻ സാധ്യതയുണ്ട്. ഒരു വാക്യം കൂടെ വായിച്ച് നമുക്ക് ഒരുമിച്ച് ആരാധിച്ച് നിർത്താം. സഹോദരന്മാർ മുന്നോട്ട് റെഡിയാകുക. ആമേൻ. ശ്രദ്ധിക്കുക. ആമേൻ. അപ്പോൾ ഉപദേശത്തിൽ തെറ്റിപ്പോയവരെ കുറിച്ച് ബൈബിളിൽ കാണും. ഒരുപാട് വാക്യമുണ്ട്. സമയത്തിന്റെ പരിമിതി കൊണ്ടാണ് ഞാൻ അവിടെ നിർത്തുന്നത്. ഇനി ആമേൻ, വെളിപ്പാട് പുസ്തകം 3:5 ഒന്ന് വായിച്ചേ. വെളിപ്പാട് 3:5.
ഓക്കെ, ജയിക്കുന്നവൻ വെള്ള ഉടുപ്പ് ധരിക്കും. ഒരു വാക്ക് ശ്രദ്ധിച്ചേ. അവൻ വെളിപ്പാട് പുസ്തകത്തിൽ 7 സഭയ്ക്കും ദൂതെഴുതിയപ്പോൾ സഭയുടെ നല്ല വശവും സഭയുടെ കുറവ് വശവും എല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട് അല്ലേ? എന്നാൽ 7 സഭയോടും മറന്നു പോകാതെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയ ഒരൊറ്റ പദമാണ് എന്താണെന്നറിയാമോ? ജയിക്കുന്നവന്. ജയിക്കുന്നവന് ഞാൻ വെള്ളയുടുപ്പ് ധരിക്കും. അടുത്തത് അവന്റെ പേര്. നിക്കട്ടെ, അവന്റെ പേര്. ആരുടെ പേര്? ജയിക്കുന്നവന്റെ പേര് ഞാൻ ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ചു. അപ്പൊ ഒരു കാര്യം ഗ്യാരണ്ടി, സീലടിച്ചു. ജയിക്കുന്നവന്റെ പേര് എന്ത് ചെയ്യത്തില്ല? മായ്ക്കത്തില്ല. ചോദ്യം, തോക്കുന്നവന്റെ പേരോ? നിങ്ങൾ പറഞ്ഞാൽ മതി. പ്രൈസലോ. ജയിക്കുന്നവന്റെ പേര് മായ്ക്കത്തില്ലെന്ന് ഒക്കെ എഴുതിയിട്ടുണ്ട്, അത് ഗ്യാരണ്ടി. തോക്കുന്നവന്റെ പേരോ? അതുകൊണ്ടാണ് പുസ്തകം നിന്നോട് എന്ത് പറയുന്നത്? തോറ്റ് വായിച്ചിട്ടില്ല. ഒരു വാക്യം കൂടെ വായിച്ചു. 2 പത്രോസ് 2:20. അത് വായിച്ച് നമുക്ക് നിർത്താം തൽക്കാലം. ഇനി ഒരു അവസരത്തിൽ നമുക്ക് ചിന്തിക്കാനിടയാകട്ടെ. 2 പത്രോസ് 2:20. വീണ്ടും കുടുങ്ങി. തോറ്റുപോയാൽ നിക്കട്ടെ, ജയിക്കുന്നവന്റെ പേര് ജീവപുസ്തകത്തിൽ നിന്ന് മാറ്റി കളയത്തില്ല. റൈറ്റ്. തോറ്റുപോയാൽ അവരുടെ സ്ഥിതിയോ ആദ്യത്തതിനേക്കാൾ അധികം വഷളായിപ്പോയി. അപ്പോൾ വിശ്വാസ ജീവിതത്തിൽ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, എൻ്റെ കാര്യം തീർന്നു, ഇനി കാഹളം ധ്വനിക്കും, കാന്തം കൊണ്ട് ഇരുമ്പി തൊടുന്ന പോലെ എന്നെ വലിച്ചുകൊണ്ട് പോകും എന്നൊക്കെ പറഞ്ഞ് വിശ്വാസ ജീവിതം ലാഘവത്തോടെ കാണുന്ന സഹോദരങ്ങളെ ചിന്തിച്ചോണം. ഇത് കുഞ്ഞു കളിക്കുന്ന പരിപാടിയല്ല. വിശ്വാസ ജീവിതം ഗൗരവമുള്ളതാണ്. ആമേൻ. വിശ്വാസത്തിൽ നിലനിൽക്കണം. തോറ്റുപോകരുത്. തോറ്റുപോകാനുള്ള സാധ്യത ചുറ്റുവട്ടത്തുണ്ട്. അതിൽ കുടുങ്ങരുത്, വീണു പോകരുത്, തോറ്റുപോകരുത്. ജയിച്ചു കയറിയാൽ ജയിക്കുന്നവൻ്റെ പേര് ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയാതെ ആമേൻ കർത്താവിനോട് കൂടെ സിംഹാസനത്തിൽ ഇരുപ്പാനിടയാകും.